Hi dear students, you are warm welcome to my class. I am Dr. Chandrahasan from M Sigma Gokulam. മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുള്ള മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന ടോപ്പിക്കാണ്. കാൽക്കുലസ് നിങ്ങൾക്ക് അറിയാം, വളരെ രണ്ട് ടോപ്പിക്കിൽ വരുന്നത് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അതിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാനുള്ളത് ഡിഫറൻഷിയേഷനാണ്. അപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ പഠിക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അത് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അങ്ങനെ അതിൻ്റെ ആ പോക്ക് പോകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ മോഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് എന്താണ്? ലിമിറ്റ്സ് ആണ്. സെക്കൻഡ് അത് കണ്ടിന്യൂറ്റി, തേർഡ് അത് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ലിമിറ്റ്സിലേക്ക് വരുമ്പോൾ മക്കളെ ശരിക്കും മനസ്സിലാക്കണം, ലിമിറ്റ്സിന് കൺസെപ്റ്റ് ഉണ്ട്. ആക്ച്വലി എന്താണ് ഈ ലിമിറ്റ്സ്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്, ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ലിമിറ്റ്സ് പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ലിമിറ്റ്. ലിമിറ്റ് ഒരു ബൗണ്ടറിയാണ്. നമുക്ക് എന്താ പറയുക, എനിക്കില്ല റൈറ്റോട് നടന്നു പോകണം, അവിടെ ഒരു ബൗണ്ടറി ഉണ്ട് മക്കളെ. എനിക്ക് ഒരു ചുമരുണ്ട്, അവിടെ അപ്പുറം പോകാൻ പറ്റില്ല, ഒരു ലിമിറ്റാണ്. ഈ ലെഫ്റ്റോട്ട് പോകണോ, അവിടെ ഒരു ബൗണ്ടറി കാണാം. ഈ ബൗണ്ടറിയാണ് ശരിക്കും എന്ത്, ലിമിറ്റ്. നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വേരിയബിൾസ്. എല്ലാവർക്കും അറിയാമല്ലോ വാട്ട് ഈസ് വേരിയബിൾ. എന്താ വേരിയബിൾ? ഒരു വാരിയിങ് ക്വാണ്ടിറ്റിയാണ് മക്കളെ വേരിയബിൾ. വാരിയിങ് ക്വാണ്ടിറ്റി പറയുമ്പോൾ ഒരു വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് ടെമ്പറേച്ചർ ഒരു വേരിയബിൾ ആണല്ലോ. എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ ആണോ? അല്ലല്ലോ. ടെമ്പറേച്ചർ എന്താണ്? ഒരു വേരിയബിളാണ്. ടൈം വേരിയബിൾ അല്ലേ? അപ്പോൾ ഇതുപോലുള്ളൊരു വേരി ചെയ്ത ക്വാണ്ടിറ്റിയാണ് എന്ത്, വേരിയബിൾ. നമ്മൾ ആദ്യം പഠിക്കുന്ന വേരിയബിൾ, ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ, അതിന് വാല്യൂ മാറി 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 വരുമ്പോൾ ആ വാല്യൂ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു, അതാണ് ആക്ച്വലി ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവം. അതിന് വാല്യൂ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു. മക്കളെങ്കിൽ നോക്ക്, ഞാനൊരു എക്സ് എന്ന വേരിയബിൾ എടുക്കാം. ഈ ഒരു എക്സ് എന്ന വേരിയബിളിൽ നോക്കിക്കോളൂ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ നിങ്ങൾ. എക്സ് ഒരു വേരിയബിളാണ്. ആ വേരിയബിൾ ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ജസ്റ്റ് 1 പുട്ട് ചെയ്തു. എന്താ എക്സിൻ്റെ വാല്യൂ? 1, സ്റ്റാർട്ടിങ് വാല്യൂ 1 ആണ്. ദെൻ എന്ത് ചെയ്തു, ഞാൻ അത് 1.1 ആക്കി ഇൻക്രീസ് ചെയ്തു. 1.1 ആക്കി ഇൻക്രീസ് ചെയ്തു. ഇത് 1.1 ആയി, 1.2 ആയി, 1.3 ആയി, ഇങ്ങനെ കൂട്ടി എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഒരു സ്റ്റേജ് നോക്കിക്കോളൂ, ഒരു സ്റ്റേജ് എത്തുമ്പോൾ 1.9 നിർത്തി, 1.9 കണ്ട. അതിനുശേഷം ഇൻക്രീസ് പതുക്കെ സ്ലോയിലായി 1.99. ഓക്കെ, ദെൻ 1.999, നെക്സ്റ്റ് 1.999, ഇങ്ങനെ പോവാൻ. ഓരോ 9 എഴുതുന്തോറും എക്സ് എന്താ സംഭവിക്കുന്നത്, ആ എക്സിൻ്റെ വാല്യൂ 2ൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? 1.9 കുറച്ചുകൂടി അടുത്തല്ലേ 1.99 എന്ന് പറയുന്നത്? അതിനും അടുത്തല്ലേ, 2ൻ്റെ അടുത്തല്ലേ 1.999 എന്ന് പറയുന്നത്? ഈ എക്സിൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്, ഇതിന് ഓരോ സ്റ്റെപ്പ് കഴിയുന്നതും വാല്യൂ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് പോവാണ്. പക്ഷെ ഒരിക്കലും ആ വാല്യൂ 2 എന്ന ബൗണ്ടറി കിടക്കുന്നില്ല. ഉണ്ടോ? 1.9999. നിങ്ങൾ എത്ര 9 എഴുതിക്കോളൂ മക്കളെ, അവർക്കും 2ൻ്റെ അപ്പുറം കിടക്കില്ല. ദാറ്റ് മീൻസ് 2 എന്നൊരു ബോർഡറാണ്. 2 എന്താണ്? ഒരു ബോർഡറാണ് അഥവാ ബൗണ്ടറിയാണ്. അതാണ് എക്സിൻ്റെ എന്ത്, ലിമിറ്റ്. മക്കളെ എക്സോട് പറയാണ്, എക്സ് എന്ത് ചെയ്യാൻ പറയാണ്, 2 കിടക്കാൻ പാടില്ല. 1.99 പോയിക്കോട്ടെ, 9 ഇത്ര വേണേ പോയിക്കോട്ടെ, പക്ഷേ 2 കിടക്കാൻ പാടില്ല. 2 എന്താ? 2ൻ്റെ ബൗണ്ടറിയാണ്. 2ൻ്റെ ലിമിറ്റാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് ആരാന്ന് പറയുക, 2 എന്നാ പറയുക. അത് മനസ്സിലായിക്കോളൂ. എക്സ് ലിമിറ്റ് 2 ആണെങ്കിൽ 2 മറികടക്കാൻ പാടില്ല. നമുക്ക് 2 പേരിൽ ചിന്തിക്കാം. നിങ്ങൾ എക്സിന് ആദ്യം വാല്യൂ 1 കൊടുത്തു, 1.1 കൊടുത്തു, 1.2 കൊടുത്തു, അങ്ങനെ കൊടുത്തു വരുമ്പോൾ 1.99 ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാ വാല്യൂവും 2നേക്കാളും ലെസ്സാണ്. എന്നാൽ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് റിയലിന് വരയ്ക്കുമ്പോൾ 2ൻ്റെ ലെഫ്റ്റാണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ എല്ലാ വാല്യൂവും 2ന് ലെഫ്റ്റാണ്. അപ്പോൾ ലെഫ്റ്റ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.1 ഇങ്ങനെ വന്ന് ആ 2 എന്ന ബോർഡറിലേക്ക് വന്നുകൊടുക്കുകയാണ്. ലെഫ്റ്റ് നിന്നാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ അപ്രോച്ച് ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അല്ലെങ്കിൽ സിംപ്ലി ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ എക്സ് ടെൻഡിങ് ടു 2 ആണ് ഫ്രം ലെഫ്റ്റ്. സിംപ്ലി നമ്മൾ സിമ്പിൾ ഉണ്ട്, നമ്മളിങ്ങനെ എഴുതാം, കണ്ടാ, എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എന്ന് എഴുതും. അപ്പം മൈനസ് സിമ്പിൾ എന്താ, ഫ്രം ലെഫ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ എക്സിൻ്റെ എല്ലാ വാല്യൂവും
2-നേക്കാൾ ലെസ് ആയിരിക്കും. 2 മൈനസ് സംതിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. 2 മൈനസ് സംതിങ് ആയിരിക്കും. 1.9 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 0.1 അല്ലേ? അപ്പോൾ 2 സംതിങ് മൈനസ് ആക്കിയതാണ് എക്സിൻ്റെ വാല്യൂ. സോ എക്സിൻ്റെ എല്ലാ വാല്യൂവും ഫ്രം ലെഫ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ലിമിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കൂ. നമുക്ക് എക്സിൻ്റെ വാല്യൂ 2-ൻ്റെ അടുത്തേക്ക് വരുമല്ലോ വേണ്ടോ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിന് 3 പുട്ട് ചെയ്യുന്നു. എക്സിന് 3 പുട്ട് ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് 2-നേക്കാളും വലിയ നമ്പറാണ് ആണല്ലോ. 2-നേക്കാൾ വലിയ നമ്പറാണ്. 3 ഇത് ബാക്കോട്ട് കൊണ്ടുവരാം. 2.9 ആക്കാം, 2.8 ആക്കാം, 2.7 ആക്കാം, എക്സെട്ര 2.0, 0.1, പിന്നെ പതുക്കെ 2.01, 2.001 അങ്ങനെ വന്ന് എന്ത് ചെയ്യുക? 2-ലേക്ക് അപ്രോച്ച് ചെയ്യുക. അതിൻ്റെയും ബോർഡർ 2 അല്ലേ മക്കളെ? എന്തും 2 കടക്കില്ല. നമ്മൾ 2.00000 എക്സെട്ര കുറേ 0 ഇട്ടിട്ട് 1 ഇട്ടാൽ അത് 2-നേക്കാളും വലുതാണ്, പക്ഷെ 2-ന്റെ ബോർഡർ കിടക്കില്ല. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്ന 2-ലേക്കാണ്. പക്ഷേ ആ എക്സിന്റെ എല്ലാ വാല്യൂവും 2-നേക്കാളും ഗ്രേറ്റർ ആണ്. അഥവാ 2-ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ, റൈറ്റ് സൈഡ് അപ്രോച്ച് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ? സിംപ്ലി എന്ത് പറഞ്ഞാൽ മതി? റൈറ്റ് ലിമിറ്റ് പറഞ്ഞാൽ മതി. സിമ്പിൾ എന്താണ്? എക്സ് ടെൻഡിങ് ടു കണ്ടാ, എക്സ് ടെൻഡിങ് ടു 2 പ്ലസ് ഇട്ടാൽ മതി. അപ്പൊ 2 പ്ലസ് ആണ്. എക്സിന്റെ ആക്ച്വൽ വാല്യൂ 2 പ്ലസ് സംതിങ് ആണ്, സംതിങ് എ സ്മോൾ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ലിമിറ്റ്. അപ്പൊ 2 വേയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിന്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം, അപ്രോച്ച് ചെയ്യുന്ന ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയിരിക്കുക? ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഞാൻ ഈ കൊടുക്കുന്ന എക്സിന്റെ വേരിയബിൾ വാല്യൂ ആണ്. ആ വാല്യൂവിന് എ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ ആ എ എന്ന നമ്പറിലേക്ക് ലെഫ്റ്റ് നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യാം, റൈറ്റ് നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന 2 വേയിൽ അപ്രോച്ച് ചെയ്യാണ്. എനിവേ അത് ഒരേ സ്ഥലത്ത് എത്തിച്ചേരുന്നത്, 2 എയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട് 2-ന്റെ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 2-ലെത്തുന്നില്ല, 2-ന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2-ന് റൈറ്റിൽ നിന്ന് എടുത്തു, 2-ന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സി, ഈ ലെഫ്റ്റും റൈറ്റും ലിമിറ്റാണ് ഒരു വേരിയബിൾ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ അപ്രോച്ചിങ് പറഞ്ഞേ. ഇനി നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ എടുക്കുക, ഡിഫൈൻ ചെയ്യാം. സി, നമ്മൾ ഒരു y = f(x) ഒരു ഫംഗ്ഷൻ എടുക്കാം. എന്താണ് ഫംഗ്ഷൻ? y = f(x). വളരെ ക്ലിയർ ആണ്. എക്സ് ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, y ഈസ് കോൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് y എങ്കിൽ തീർച്ചയായിട്ടും എക്സിലെ ചേഞ്ച് വൈനെ എഫക്റ്റ് ചെയ്യുമല്ലോ. ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ y, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സ് ചേഞ്ച് ചെയ്യുന്നു, ഓക്കെ, വൈയും ചേഞ്ച് ചെയ്യും. സി, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സിന് നിങ്ങളൊരു 1 വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ഒരു വാല്യൂ കിട്ടും. എക്സിന് 2 കൊടുത്താൽ വൈക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ? സി, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സിന്റെ വാല്യൂ അല്ല, എക്സിന് ലിമിറ്റ് എടുക്കാൻ. എക്സിന്റെ ലിമിറ്റ് അല്ലെ എക്സ് ടെൻഡിങ് ടു ഒരു എ എന്ന നമ്പർ എടുക്കാം. എക്സ് ടെൻഡിങ് ടു എ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ എക്സ് ടെൻഡിങ് ടു എ എന്ന് പറയുന്നത് 2 വേയിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 വേയിൽ അപ്രോച്ച് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ എക്സ് ടെൻഡിങ് ടു എ പ്ലസ് എടുക്കാം, എക്സ് ടെൻഡിങ് ടു എ മൈനസ് എടുക്കാം. ഈ 2 വേയിലും എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ത് ചെയ്യും? ഒരു നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യും. നോക്കിക്കോളൂ, നിങ്ങൾ എടുത്തിരിക്കുന്ന കേട്ടാ, എക്സിന്റെ വാല്യൂ നിങ്ങൾ എ മൈനസ്, അതായത് എക്സിന് ഫ്രം ലെഫ്റ്റ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്ന L1 എന്ന നമ്പറിലേക്ക് വിചാരിക്കുക. സപ്പോസ് ഒരു നമ്പർ വിചാരിക്കുക. എക്സിന്റെ വാല്യൂ എയിലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ f(x)ന്റെ വാല്യൂ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് സേ L1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, L1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഇതേപോലെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ f(x)ന്റെ ലിമിറ്റ് ആരാ പറയാ? L1 പറയാം. പക്ഷെ എവിടുന്ന് അപ്രോച്ച് ചെയ്യുന്ന എക്സ് ലെഫ്റ്റ് നിന്നായതുകൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് f(x). ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ മക്കളെ, ലെഫ്റ്റ് ലിമിറ്റ് ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് പറയുമ്പോൾ നമ്മൾ വേരിയബിൾ എങ്ങോട്ട് നോക്കിയാൽ മതി. ഇനി ഒരു ചോദ്യം ഉണ്ടാവും, എക്സ് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ലിമിറ്റും എക്സ് റൈറ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ലിമിറ്റും സെയിം ആണ് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. അവിടെയാണ് പോയിന്റ്. ചില ഫംഗ്ഷൻ്റെ കേസ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്ത് ചില ഫംഗ്ഷൻ സെയിം ആയിരിക്കും, ചില ഫംഗ്ഷൻ സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് റൈറ്റും ലെഫ്റ്റും വേറെ ഡിഫൈൻ ചെയ്യണം. സോ ഇവിടെ കണ്ടങ്ങൾ ഇതാണ് എക്സിൻ്റെ റൈറ്റ് ലിമിറ്റ്, f(x) റൈറ്റ് ലിമിറ്റ് ചെയ്ത് കണ്ടാ,
എഫ് എക്സ് റൈറ്റ് എക്സ് എഫ് എക്സിൻ്റെതാണ്, L2 ആയതുകൊണ്ട് എഫ് എക്സിൻ്റെ റൈറ്റ് ലിമിറ്റ് L2 എടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി ലെഫ്റ്റ് എന്ന് എടുത്തിരിക്കുന്നത് നോക്കിയേ, ലെഫ്റ്റ് എടുത്തിരിക്കുന്നത് നോക്കിയേ, ലെഫ്റ്റ് എടുത്തിരിക്കുന്നത് മൈനസ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി ഞാൻ പറയുന്നു ഈ രണ്ട് വാല്യൂ, അത് ലിമിറ്റിൻ്റെ വാല്യൂ രണ്ടിൻ്റെയും സെയിം ആണെങ്കിൽ, ലെഫ്റ്റ് എന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റ് എന്ന് അപ്രോച്ച് ചെയ്താലും ഒരേ വാല്യൂ ആണ് എഫ് എക്സ് കിട്ടുന്നെങ്കിൽ, ഒരേ ലിമിറ്റിംഗ് വാല്യൂ ആണ് എഫ് എക്സ് കിട്ടുന്നെങ്കിൽ നമ്മൾ പറയും ആ കോമൺ വാല്യൂ ആണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയും. ലെഫ്റ്റും പറയേണ്ട ആവശ്യമില്ല, റൈറ്റും പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ കോമൺ വാല്യൂ എന്താ പറയുക, ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ. ഇനി അഥവാ ഈ രണ്ട് പേരും ഡിഫറൻ്റ് എന്നിരിക്കുക. അപ്പോൾ L1 ആണ് നോക്കിയിരിക്കുക, ഒന്ന് ലെഫ്റ്റ് ലിമിറ്റ് L1 ആണ്, റൈറ്റ് L2 ആണ്. സപ്പോസ് ഈ L1 നോട്ട് ഈക്വൽ ടു L2 എന്നിരിക്കുക, നിങ്ങൾ ഏതാ ഫംഗ്ഷൻ ലിമിറ്റ് എടുക്കുക, രണ്ടും എടുക്കാൻ പറ്റില്ല. ഫംഗ്ഷൻ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, ഓക്കെ L1 ആണ്, റൈറ്റ് ലിമിറ്റ് ഉണ്ട്, ഓക്കെ L2 ആണ്. ഈ രണ്ട് നമ്പറും ഈക്വൽ അല്ലെങ്കിൽ വി സേ ദാറ്റ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എക്സ് ടെൻഡിങ് ടു എ പ്ലസ് ആയാലും എക്സ് ടെൻഡിങ് ടു എ മൈനസ് ആയാലും ഫംഗ്ഷൻ്റെ ലിമിറ്റ് സെയിം ആണ്. അഥവാ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ കോമൺ വാല്യൂ അവിടെ നോക്കിയേ, L1 ഈക്വൽ ടു L2 ആണെങ്കിൽ ആ കോമൺ വാല്യൂ ആണെന്ത്, ഫംഗ്ഷൻ്റെ ലിമിറ്റ്. L1 നോട്ട് ഈക്വൽ ടു L2 ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, L1 നോട്ട് ഈക്വൽ ടു L2 ആണെങ്കിൽ ദി ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. അപ്പം ലിമിറ്റ് എല്ലാ ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മക്കളെ മനസ്സിലായോ? ഞാൻ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫംഗ്ഷന് ലിമിറ്റ് എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എടുക്കുക? നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, അതൊരു വേരിയബിൾ ഉണ്ടാവും, എക്സ് തന്നെ വേണം നിർബന്ധമില്ല, ഒരു വേരിയബിൾ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിൻ്റെ ലിമിറ്റ് എന്താണോ, ആ എക്സിൻ്റെ ലിമിറ്റ് എന്താണോ അതനുസരിച്ച് എഫ് എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ പല കേസിൽ നിന്ന് കാണാൻ പറ്റും, ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും ആ ഫംഗ്ഷൻ്റെ വാല്യൂം ചിലപ്പോൾ ഒന്ന് തന്നെ ആവാം. ഒരുപാട് കേസ് അങ്ങനെ വരുന്നുണ്ട്. ഇനി അങ്ങനെ വരുന്ന നിർബന്ധമില്ല. അതായത് നമ്മൾ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ടെൻഡിങ് ടു എ കാണുമ്പോൾ അത് എഫ് ഓഫ് എ കണ്ടാൽ മതിയാകുന്ന ഒരുപാട് കേസുകളുണ്ട്. എക്സാമ്പിൾ പറയാം. ഇതാണ് മക്കളെ ലിമിറ്റ്സിൻ്റെ ബേസിക് ആയ കാര്യം, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇനി നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെ കാണാം, ഇനി എപ്പോഴും കാണേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും ഈ രണ്ടും സെയിം ആ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ചോദ്യം കണ്ടാൽ മനസ്സിലാവും, അത് സെയിം ആണോ അല്ല ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ടോ? ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുള്ള കേസിൽ മാത്രം നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടാൽ മതി. അല്ലാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നീട്ട് വാല്യൂ കണ്ടാൽ മതി. ഞാനത് പറയാം, ആ ഒരു കേസ് എക്സാമ്പിൾ പറയാം. നോക്കിക്കോളൂ, എക്സാമ്പിൾ നോക്കിക്കോളൂ. നോക്കിക്കോ, സപ്പോസ് y tending to L when x tending to A, then we say that y equal to f of x is എന്താണ്, ലിമിറ്റ് ഓഫ് y equal to f of x ആരാണ് മക്കളെ, L ആണെന്ന് പറയാം. അതിനകത്ത് പറഞ്ഞ കോമൺ പോയിന്റ് ആണ്. ഇവിടെ എന്തായിരിക്കണം, ലെഫ്റ്റും റൈറ്റും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രം പറയൂ ലിമിറ്റ് L എന്ന് പറയും. ഓക്കെ ആണ്. ഇനി നമുക്ക് ലിമിറ്റ്സ് കാണുന്നതിന് മുമ്പേ, അത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ ചില പ്രോപ്പർട്ടീസ് നാം അറിഞ്ഞിരിക്കണം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, കുറേ സിമ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് സപ്പോസ് ഒരു ഫംഗ്ഷൻ എഫ് എക്സ് തന്നു, എങ്ങനെ ലിമിറ്റ് കാണാൻ നോക്കി ഞാൻ വരുന്നുണ്ടോ, അതിലേക്ക് വരാം. അതിന് മുമ്പേ എഫ് എക്സ് ഒരു ഫംഗ്ഷൻ, ജി എക്സ് വേറൊരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷനാണ്. ഇപ്പോൾ സൈൻ എക്സ് ഒരു ഫംഗ്ഷനാണ്, എക്സ് സ്ക്വയർ വേറൊരു ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വേറൊരു ഫംഗ്ഷനാണ്, അത് എഫ് എക്സ് പ്ലസ് ജി എക്സ്. അപ്പോൾ എഫ് എക്സ് ഒരു ഫംഗ്ഷൻ, ജി എക്സ് ഒരു ഫംഗ്ഷൻ, അതിൻ്റെ സമ്മ് മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് കാണുന്നിരിക്കാം. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സിൻ്റെ ലിമിറ്റ് കാണുന്നിരിക്കുക, ഒരു എക്സ് ടെൻഡിങ് ടു സം നമ്പർ, ഒരു എയോ 1ഓ 2ഓ എന്തായിക്കോട്ടെ. അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, സെപ്പറേറ്റ് കാണുക. അതായത് ലിമിറ്റ് എഫ് എക്സ് സെപ്പറേറ്റ് കാണുക, ലിമിറ്റ് ജി എക്സ് സെപ്പറേറ്റ് കാണുക, ദെൻ ആഡ് ചെയ്യുക. അതൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ഫംഗ്ഷനിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ സമ്മിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എഫ് എക്സ് നമുക്ക് കിട്ടി, ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എഫ് എക്സ് എനിക്ക് 2 എന്ന് കിട്ടി. പക്ഷേ ലിമിറ്റ് ജി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ,
പറ്റില്ല. ആ കേസിൽ എഫ് എക്സ് പ്ലസ് ജി എക്സ് ലിമിറ്റ് ഇല്ല. സോ ലിമിറ്റ് എഫ് എക്സും ലിമിറ്റ് ജി എക്സും എക്സിസ്റ്റ് ചെയ്യുന്ന കേസിന് മാത്രമേ നമുക്ക് ഈ റൂൾ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, സം സെയിം ആണ്, ഡിഫറൻസ് സം പ്ലസ് ആണെങ്കിൽ എഫ് എക്സ് പ്ലസ് ജി എക്സ് ആണെങ്കിൽ ലിമിറ്റ് എഫ് എക്സ് പ്ലസ് ലിമിറ്റ് ജി എക്സ്. ഇനി എഫ് എക്സ് മൈനസ് ഡിഫറൻസ് ആണെങ്കിൽ ലിമിറ്റ് എഫ് എക്സ് മൈനസ് ലിമിറ്റ് ജി എക്സ്. ഓക്കെ ആണ്. ഇതുപോലെ പ്രോഡക്റ്റ് വന്നോട്ടെ, കോഷ്യന്റ് വന്നോട്ടെ, ഇതൊക്കെ നമുക്ക് സെയിം മെത്തേഡ് ചെയ്യാം. ലിമിറ്റ് മൾട്ടിപ്പിൾ നോക്കിക്കോ, കോഷ്യന്റ് നോക്കിക്കോളൂ, അതുപോലെ പ്രോഡക്റ്റ് നോക്കിക്കോളൂ. വേണ്ട, പ്രോഡക്റ്റ് നോക്കിക്കോളൂ. എഫ് എക്സ് ഇൻറ്റു ജി എക്സ് ആണ്. എഫ് എക്സ് ഒരു ഫംഗ്ഷൻ, ജി എക്സ് വേറൊരു ഫംഗ്ഷൻ. ഇതിന്റെ പ്രോഡക്റ്റ് ആണ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. ഈ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് കാണണമെങ്കിലും സെപ്പറേറ്റ് കാണാം. ഇനി സെപ്പറേറ്റ് കാണുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ വരും കേട്ടോ, അത് നമ്മൾ പഠിപ്പിക്കും കേട്ടോ. എഫ് എക്സ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ലിമിറ്റ് കാണാം എന്നുള്ളത് നമ്മൾ ഇനി പഠിപ്പിക്കും. അതിനുശേഷം നമുക്കത് ഈ റൂൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. സി, എഫ് എക്സ് ഇൻറ്റു ജി എക്സിന്റെ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ലിമിറ്റ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യാം. കോഷ്യന്റ് അങ്ങനെ ചെയ്യാം, പക്ഷെ പ്രൊവൈഡ് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആവരുത്. ഇവിടെ കണ്ടോ നിങ്ങൾ, ലിമിറ്റ് എഫ് എക്സ് ബൈ ജി, ഇതുണ്ടോ ലിമിറ്റ് എഫ് എക്സ് ബൈ ജി എക്സ്. അത് എങ്ങനെ എഴുതാം? നമുക്ക് ലിമിറ്റ് എഫ് എക്സ് ബൈ ലിമിറ്റ് ജി എക്സ് എഴുതാം. പ്രൊവൈഡഡ് ലിമിറ്റ് ജി എക്സ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. ലിമിറ്റ് ജി എക്സ് 0 ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ സപ്പോസ് ഒരു കെ കൊണ്ട് ഒരു 2 ഇൻറ്റു സൈൻ എക്സ് ലിമിറ്റ് കാണുന്നിരിക്കുക, 2 ഇൻറ്റു എക്സ് സ്ക്വയർ ലിമിറ്റ് കാണുന്നിരിക്കുക. 2 ഒരു കോൺസ്റ്റന്റ് ആണ്. ജസ്റ്റ് 2 എന്ത് ചെയ്യുക? എടുത്ത് മാറ്റി വെച്ചോളൂ. 2 എന്ത് ചെയ്യുക? എടുത്ത് മാറ്റി വെക്കുക. ബാക്കി എഫ് എക്സിന് മാത്രം എന്ത് ചെയ്യുക? ലിമിറ്റ് കാണാം. 2 ഇൻറ്റു എടുത്താൽ മതി. അപ്പോൾ കെ ഇൻറ്റു എഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താ മക്കളെ? കെ ഇൻറ്റു എഫ് എക്സ് ലിമിറ്റ് വരിക കെ ഇൻറ്റു ലിമിറ്റ് എഫ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? അങ്ങനെ അടുത്ത പ്രോബ്ലം നോക്കിക്കോളൂ. ലിമിറ്റ് എഫ് എക്സ് റേസ് ടു എൻ ഒരു പവർ റൂളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് ക്യൂബിൻ്റെ ലിമിറ്റ് കാണണം. സൈൻ എക്സ് ക്യൂബിൻ്റെ ലിമിറ്റ് കാണണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈൻ എക്സിൻ്റെ ലിമിറ്റ് കാണാം. ആ റിസൾട്ട് എന്ത് ചെയ്യുക? ക്യൂബ് ചെയ്യുക. മനസ്സിലായോ? ലിമിറ്റ് എഫ് എക്സ് പവർ എൻ, എന്ത് നമ്പർ ആയിക്കോട്ടെ, എഫ് എക്സ് പവർ എൻ ലിമിറ്റ് കാണണമെങ്കിൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എഫ് എക്സ്, ദെൻ ടേക്ക് ദി പവർ എൻ, റിസൾട്ടിൻ്റെ പവർ എൻ. ഇതൊക്കെയാണ് ചെറിയ സിമ്പിളായിട്ടുള്ള റൂളുകൾ. അപ്പോൾ ഈ റൂളുകൾ നമുക്ക് ആവശ്യം വരും, പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലായി, ഇതും വേറെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് കാണണോ സെപ്പറേറ്റ് കാണോ ആഡ് ചെയ്യുക, ഡിഫറൻസ് ലിമിറ്റ് കാണണോ സെപ്പറേറ്റ് കാണോ ഡിഫറൻസ് എടുക്കുക, മൾട്ടിപ്ലൈ ലിമിറ്റ് കാണണോ സെപ്പറേറ്റ് കാണോ മൾട്ടിപ്ലൈ ചെയ്യുക, കോഷ്യന്റ് വന്നാൽ ഡിവൈഡഡ് എന്ത് ചെയ്യാം, മേയർ ന്യൂമറേറ്റർ വേറെ എടുക്കുക, ഡിനോമിനേറ്റർ എടുക്കുക, ആൻസർ ഡിവൈഡ് ചെയ്യുക. അവിടെ താഴത്തെ സി ലിമിറ്റ് 0 വരരുത് മാത്രമാണ് വെച്ചാൽ മതി. ഒരു കെ കൊണ്ട് ഒരു എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലിമിറ്റ് കാണണം. കോൺസ്റ്റന്റ് മാറ്റി വെച്ചോളാം, ബാക്കി ഫംഗ്ഷൻ ചെയ്യാൻ ലിമിറ്റ് എടുക്കുക. ഓക്കെ ആണ്. ദെൻ നിങ്ങൾക്ക് ഒരു എഫ് എക്സിന്റെ പവർ എൻ വന്നാൽ അതിന് ലിമിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? എഫ് എക്സിനെ മാത്രം സെപ്പറേറ്റ് കാണാം. ദെൻ ആൻസറിന് പവർ എന്ത് ചെയ്യുക? എൻ എഴുതുക. ക്ലിയർ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം എല്ലാം നമുക്ക് നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വളരെ ബേസിക് ആയ പ്രോബ്ലം ചെയ്ത് നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായ വളരെ ബേസിക് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ കാണട്ടെ. ഫംഗ്ഷൻ ആരാ ഇവിടെ നോക്കി? എക്സ് ക്യൂബ് പ്ലസ് 4x² - 3 ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. നമുക്ക് കാണേണ്ട എക്സ് ടെൻഡിങ് ടു 2 ആണ്. മക്കളെ ഞാൻ പറഞ്ഞു, ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ ലെഫ്റ്റ് റൈറ്റ് കാണേണ്ട ആവശ്യമില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. എല്ലായ്പ്പോഴും ലെഫ്റ്റ് റൈറ്റ് കണ്ടിട്ട് സെയിം ആണോ നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ എക്സ് ടെൻഡിങ് ടു 2 ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കുന്നത്. അത് 2ന്റെ ലെഫ്റ്റ് ആയാലും 2ന്റെ റൈറ്റ് ആയാലും ഒറ്റ സിംഗിൾ ഫംഗ്ഷൻ ആണ്. ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും, എക്സ് ലെസ് ദാൻ 2 ഒരു ഫംഗ്ഷൻ, എക്സ് ഗ്രേറ്റർ ദാൻ 2 അത് വേറൊരു ഫംഗ്ഷൻ. എന്നിട്ട് പറയാ ഫൈൻ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 ചോദിച്ചാൽ അവിടെ നമുക്ക് 2 ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പം 2 ലെഫ്റ്റ് വരുന്ന ഫംഗ്ഷൻ കൊടുക്കണം, റൈറ്റ് കാണുമ്പം 2 റൈറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ കൊടുക്കണം. അങ്ങനെ അവിടെ സാധ്യതയുണ്ട്. ആ 2 ലിമിറ്റ്സ് ഡിഫറൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓൺലി പോസിബിലിറ്റി. ഇവിടെ ആ സാധ്യത ഇല്ല, കാരണം ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ 2ന്റെ ലെഫ്റ്റ് കൊടുത്താലും റൈറ്റ് കൊടുത്താലും ഈ ഫംഗ്ഷൻ കൊടുക്കേണ്ടത്, ഒരേ ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നോ എന്താണ് ഡിഫറൻ്റ് ആവാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എന്ത് ചെയ്യുക? ലിമിറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട്, അതായത് എക്സിൻ്റെ ലിമിറ്റ് 2 ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫംഗ്ഷനിൽ എക്സ് ഇട്ട് കൊടുത്തു നോക്കുക. അങ്ങനെ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുമ്പം ആ ഫംഗ്ഷൻ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ലിമിറ്റ്. അങ്ങനെ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, അത് വേറെ കാര്യം. സി ഇവിടെ നോക്കിക്കോ, ഇതൊരു പോളിനോമിയലാണ്.
എന്നിട്ട് പറയാം പോളിനോമിയൽ എന്നാ പറയാം കേട്ടോ. എക്സ് ക്യൂബ് പ്ലസ് 4x² - 3 എന്താണ് മക്കളെ? ഒരു പോളിനോമിയലാണ്. ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് മതി നേരിട്ട് കൊടുത്താൽ കിട്ടും. സി ഇവിടെ നമ്മൾ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് ലിമിറ്റ്. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. സി ഇങ്ങനെ വരും. ദിസ് ഈക്വൽ ടു ഞാൻ വാല്യൂ കൊടുക്കുമ്പോൾ ജസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് ക്യൂബ് എക്സിന് 2 കൊടുത്താൽ 2 ക്യൂബ് എന്താണ് വരിക? 2 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ എന്നാൽ 2 സ്ക്വയർ 4 ഇൻറ്റു 2 സ്ക്വയർ -3. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ വേറൊന്നുമില്ല. 2 ക്യൂബ് എത്രയാണ്? 8 ആണ്. പ്ലസ് 2 സ്ക്വയർ 4 4 ഇൻറ്റു 4 16 8 പ്ലസ് 16 -3 വന്നു. 8 പ്ലസ് 6 എത്ര വരിക? 24 24 -3 എന്നാൽ 21. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. നമ്മൾ ഈ ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കണ്ടേ. ഈ ക്വസ്റ്റ്യൻ ഏത് വന്നാലും ശ്രദ്ധിങ്ങൾ. ലിമിറ്റിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ എക്സിൻ്റെ എക്സിനല്ല വേരിയബിളിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഡയറക്റ്റ് കൊടുത്തു നോക്കുക ഫംഗ്ഷനിൽ. കൊടുത്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നിരിക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ വെറും ചിന്തിക്കേണ്ട, അതാണ് ആൻസർ. ഓക്കെ, ഇത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റു മെത്തേഡിൽ പോകാൻ പാടുള്ളൂ. ഇത് കൊടുത്താൽ കിട്ടാത്ത കേസ് ഉണ്ട്. നമുക്കിനി അടുത്ത എക്സാം നോക്കിയാൽ മനസ്സിലാവും ഇത് ആൻസർ ആയിട്ട് കിട്ടാത്ത ക്വസ്റ്റൻ ഉണ്ട്. പോളിനോമിയലാണെങ്കിൽ കിട്ടുന്ന ഉറപ്പാണ്. ഇത് മറ്റൊരു ക്വസ്റ്റൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -2 സ്ക്വയർ റൂട്ട് ഓഫ് 4x² - 3. ഇത് പോളിനോമിയലല്ല, പക്ഷേ എക്സിന് നിങ്ങൾ കൊടുക്കേണ്ടത് -2 ആണ്. എക്സിന് -2 കൊടുക്കുമ്പോൾ ഈ വാല്യൂ ഉണ്ടോ നോക്കിങ്ങൾ. അപ്പോൾ 4x² - 3 ആണ് അല്ലേ. 4x² - 3 പറയുമ്പോൾ 4 ഇൻറ്റു അവിടെ എക്സ് -2 കൊടുത്തോയേ -2 സ്ക്വയർ -3 വാല്യൂ കൊടുത്തോ. വാല്യൂ കൊടുത്തോക്കാം. വാല്യൂ വേണ്ട വാല്യൂ കൊടുത്തോക്കാം. സോ എന്താ വരിക? റൂട്ട് ഓഫ് 4x² എന്നാണ്. സോ 4 ഇൻറ്റു എക്സ് എന്താ പുട്ട് ചെയ്യേണ്ടത്? -2 പുട്ട് ചെയ്യണം. -2 പുട്ട് ചെയ്യണം. -2 സ്ക്വയർ -3 വരും. സിംപ്ലിഫിക്കേഷൻ എന്താണ്? -2 സ്ക്വയർ എന്ന് പറയുന്നത് 4 4 ഇൻറ്റു 4 എന്താ? 16 16 -3 വരും അല്ലേ. 16 -3 ശരിയല്ലേ മക്കളെ? -2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 4 16 ആണ്. 16 -3 13 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എന്താ വരുന്നത്? ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണല്ലോ. നമ്പർ ഇറേഷണലോ എന്തായിക്കോട്ടെ റിയൽ നമ്പർ ആണല്ലോ, ഫൈനൈറ്റ് നമ്പർ ആണല്ലോ. സോ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ നേരിട്ട് കൊടുത്തുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റ്. അപ്പോൾ ഇത് ഒരു ടൈപ്പാണ്. അതായത് ലിമിറ്റ് കാണുന്ന ഒരു ടൈപ്പാണ് ഡയറക്റ്റ് കൊടുത്തു നോക്കുക. ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടാതെ ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ആൻസറാണ്. അത് ആൻസറാണ്. ക്ലിയർ ആണ്? കിട്ടാത്തുണ്ട്. അടുത്ത ദിവസത്തേക്ക് വരാം. നോക്കിക്കോളൂ. അടുത്ത ദിവസം നോക്കിക്കോളൂ. സി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു y+2 മേലുണ്ട്. അടിയിൽ എന്താ ഉള്ളത്? y² + 5y + 6. ഇവിടെ വേരിയബിൾ എക്സ് മാറി y ആക്കിയിട്ടുണ്ട് കേട്ടോ. അതേത് വേരിയബിളും വരാൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ നോക്കുന്ന ശ്രദ്ധിക്കേണ്ട കോഷ്യൻ്റ് വരും. ശ്രദ്ധിക്കുക, ഇതൊരു കോഷ്യൻ്റ് ഫോമാണ്. നമ്മൾ നേരത്തെ റൂള് പഠിച്ചിട്ടുണ്ട്. എന്താ റൂൾ പഠിച്ചത്? ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് കാണാം, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? ലിമിറ്റ് കാണാം. അങ്ങനെ കാണുമ്പോൾ ഡിനോമിനേറ്ററിനകത്ത് കൊടുക്കുമ്പോൾ 0 വരരുത്. അത് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ ആരാ ഡിനോമിനേറ്റർ നോക്കിയേ? y² + 5y + 6 അല്ലേ. വൈക്ക് എന്താ വാല്യൂ പുട്ടി മക്കളെ? 2 അല്ലേ. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 + 5 × 2 10 + 6 0 അല്ലല്ലോ. 0 അല്ല. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പുട്ട് ചെയ്യാം. മേലെ വേറെ പുട്ട് ചെയ്യാം, താഴെ വേറെ പുട്ട് ചെയ്യാം. കോഷ്യൻ ആൻസർ ആയി. നോക്കിക്കോളൂ ആൻസർ വരിക = ഡയറക്റ്റ് കൊടുത്താൽ മതി. വൈക്ക് എന്താ കൊടുക്കേണ്ടത്? 2. അപ്പോൾ 2 + 2 മേലെ വന്നു. 2 + 2 മേലെ വന്നു. ഡിവൈഡ് ബൈ ഇവിടെ എന്താ വരിക? y² 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 5 ഇൻറ്റു y 5 ഇൻറ്റു 2 10 വന്നു. പ്ലസ് എന്താ? 6. ഇപ്പം ന്യൂമറേറ്റർ 2 + 2 4 ആയി. 4 ഡിവൈഡഡ് ബൈ 10 + 4 + 6 എന്തായി? 20. വേണ്ട നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഒരു 4 കൊണ്ട് കട്ട് ചെയ്യാം. 1/, എന്ത് കിട്ടും? ആൻസർ 5 കിട്ടും. റെഡി ആണല്ലോ. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം. പക്ഷേ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നത് വിചാരിക്കേണ്ട. അടിയിൽ 0 വരുന്ന കേസ്, മുകളിൽ 0 വരുന്ന കേസൊക്കെ വരും. അങ്ങനത്തെ കേസ് വരും. നോക്കിക്കോളൂ. അടുത്ത ദിവസം നോക്കിക്കോളൂ. ഇവിടെ എക്സിന് 1 ആണ് കൊടുക്കേണ്ടത്. എക്സിന് 1. ഇത് കോഷ്യൻ്റ് ഫോമാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? മേലെ x⁴ ഉണ്ട്. 1⁴ 1 ആയി. 1⁴ 1 ആയി. പ്ലസ്
എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ 1 സ്ക്വയർ ഉണ്ട്, 1 വന്നേ -1 ഡിവൈഡ് ബൈ അടിയിൽ 1 സ്ക്വയർ 1 പ്ലസ് 5. സോ ഒരു 1 ഇവിടെ കട്ടായി. 1 ഡിവൈഡ് ബൈ എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ ആൻസർ 1/6 ഫൈനൈറ്റ് നമ്പർ ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിമിറ്റ്. ഓക്കെയാണ്? യെസ്, ഫാസ്റ്റ്. നെക്സ്റ്റ്. ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2x⁴ പ്ലസ് x² -1 ഡിവൈഡ് ബൈ x² പ്ലസ് 5. ഇവിടെ നമുക്ക് കൊടുത്താൽ കിട്ടില്ല മക്കളെ, ഡയറക്റ്റ് കൊടുത്തു നോക്കിയേ. എക്സിന് വാല്യൂ 2 ആ പുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2⁴. 2⁴ 16 പ്ലസ് നെക്സ്റ്റ് 2 സ്ക്വയർ എന്താണ്? 4 -1 ഡിവൈഡഡ് ബൈ x², ദാറ്റ് ഈസ് 2 സ്ക്വയർ 4 പ്ലസ് 5. ഇത്ര എവിടെ? 16 പ്ലസ് 4 20 -1 19 ഡിവൈഡ് ബൈ 9. ആൻസറായി 19 ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഏത് മോഡലും ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് പുട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ? എക്സിന് -7 പുട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 2 × -7 പ്ലസ് 5 വരും. 2 പോളിനോമിയൽ അല്ലേ മക്കളെ? ഞാൻ പറഞ്ഞു പോളിനോമിയലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഒന്നും സംശയിക്കേണ്ട. 2 × -7 എന്ന് പറഞ്ഞാൽ -14 ആയി. -14 പ്ലസ് 5 വന്നു. സോ -9 എന്ന് കിട്ടും. ആൻസർ എന്താണ്? -9. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇവിടെ x10 2 ആണ്. x2 കൊടുത്തോളൂ. 2 + 3 മേലെ 5 വരും. അടിയിൽ 2 + 6 8 വരും. ആൻസർ എന്താ? 5/8. ഓക്കെ. ദെൻ x ടെൻഡിങ് ടു -1. ഇത് x³ ഇത് മൈനസ് ആണ്. x³ പ്ലസ് 4x² -3 കൊടുത്തോളൂ. -1 ആണ്. -1ന്റെ ക്യൂബ് -1 ആണ്. പ്ലസ് 4 × -1ന്റെ സ്ക്വയർ. -1 സ്ക്വയർ 1 വന്നു. 4 × 1 4 ആയി. -1 പ്ലസ് 4 -3 ആണ്. സോ 4 -4 എന്താ ആൻസർ? 0 വരും. റെഡിയാണല്ലോ? 4 -4. ഓക്കെ, ഇതൊക്കെ ഒരേ കാറ്റഗറിയാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ജനറലായിട്ട് പറഞ്ഞു നോക്കിക്കോളൂ. ഒരു പോളിനോമിയൽ, എനി പോളിനോമിയൽ, ആ പോളിനോമിയൽ ഫോം ഇതാ: an(x⁻n + an−1x⁻−1 + etc പ്ലസ് a0. ആ ഒരു പോളിനോമിയൽ ഫോമിലാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ, ആ പോളിനോമിയൽ ഫംഗ്ഷൻ f(x) ചോദിച്ചാൽ f(a) കണ്ടാൽ മതി. അതായത് ഡയറക്റ്റ് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കാണാമെന്നുള്ളത് പഠിച്ചല്ലോ. അത് പോളിനോമിയൽ ഫോമിനെ വേണം നിർബന്ധമില്ല. പോളിനോമിയൽ ഉറപ്പായിട്ടും കൊടുക്കാൻ നടത്താം. അല്ലാത്ത ക്വസ്റ്റ്യൻ ഫോം കിട്ടുന്നുണ്ട്. അതിൽ പക്ഷേ ക്വസ്റ്റ്യൻ ഫോം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ 0 അല്ലാന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പുട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെയാണ്? ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഫോം. ഈ ക്വസ്റ്റ്യൻ ഫോമിൽ px/qx ഫോമിൽ അത് റേഷണൽ ഫംഗ്ഷൻ അതിന് പറയാം. അവിടെ നമ്മൾ എക്സിന് നമ്മൾ a കൊടുക്കുമ്പോൾ നോക്കിക്കോ, എക്സിന് ഇവിടെ ഞാൻ എക്സാമ്പിൾ നോക്കിക്കോ, -1 കൊടുക്കുമ്പം ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ -1 ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ഫസ്റ്റ് കൊടുത്തു നോക്കണം. ഇതിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഡിനോമിനേറ്റർ 0 ഒക്കെ നമുക്ക് വാല്യൂ മേലെ 0 ആണ്, പിന്നെ ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കൂ, -1 കൊടുക്കുമ്പോൾ താഴെ -1 സ്ക്വയർ 1 + 5 6 അല്ല. ഒരു കാരണവശാലും അടിയിൽ 0 വരുന്നില്ലല്ലോ. അടിയിൽ 0 വരുന്നില്ലല്ലോ. അങ്ങനത്തെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വാല്യൂ പുട്ട് ചെയ്യാം. ലിമിറ്റ് കിട്ടി. ഇതാ നോക്കോളൂ, -1³ ദാറ്റ് ഈസ് -1 പ്ലസ് 4 × -1 സ്ക്വയർ 4 × 1 4 -3 ഡിവൈഡഡ് ബൈ -1 സ്ക്വയർ 1 പ്ലസ് 5. ഇവിടെ ന്യൂമറേറ്റർ 0 ആവുന്നുണ്ട്. കുഴപ്പമില്ല. താഴെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മേലെയും താഴെയും ഒരേ സമയം 0 വരാൻ പാടില്ല. ഓക്കെ, മേലെ മാത്രം 0 പ്രശ്നമില്ല. അവിടെ എന്താ കിട്ടുക? 0/6 ആ കിട്ടുക. 0/6 നമ്മളെ 0/6 0 അല്ലേ? 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 0 കിട്ടും. ഡൺ. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് ഫോം ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്താ കണ്ടീഷൻ ഉള്ളൂ? മേലെയും താഴെയും ഒരേ സമയം 0 വരാൻ പാടില്ല. താഴെ മാത്രം വന്നാലും പ്രശ്നമില്ല. അത് ടെൻഡിങ് ടു ഇൻഫിനിറ്റി, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാ ഞാൻ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് അടുത്ത് ചെയ്യാൻ ആ മെത്തേഡാണ്. px/qx ഫോമിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടും 0 വരികയാണെങ്കിൽ, രണ്ടും 0 എന്നുള്ള പ്രശ്നം കേട്ടോ. ന്യൂമറേറ്റർ മാത്രം 0 വന്നാൽ പ്രശ്നമില്ലേ? ഡിനോമിനേറ്റർ മാത്രം 0 പ്രശ്നമൊന്നുമില്ല. രണ്ടും ഒരേ സമയം 0 വന്നാൽ അപ്പോൾ ശ്രദ്ധിക്കണം.
നമുക്ക് വാല്യൂ 0/0 കിട്ടിപ്പോവും. അങ്ങനെ വന്നാൽ വാല്യൂ ഇല്ല, പക്ഷേ ലിമിറ്റ് ഉണ്ട്. നോക്കിക്കോളൂ, Px/Qx. സപ്പോസ് നിങ്ങൾ എക്സിന് എ കൊടുക്കുമ്പോൾ Px 0 അർത്ഥം എന്താണെന്നറിയോളൂ, അതൊരു ഫാക്ടർ ഉണ്ട്, x - a എന്ന ഫാക്ടർ വന്നതുകൊണ്ടാണ്. Pxന് എക്സിന് എ കൊടുക്കുമ്പം P(x) 0 ഉള്ള കാരണം എന്താണ്? ആ P(x) ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് x - a എന്ന ഫാക്ടർ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടിയിൽ QX നിങ്ങൾ എക്സിന് എ കൊടുക്കുമ്പോൾ Q(0) ആയി പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ QX-നുണ്ട് x - a എന്ന ഫാക്ടർ. അപ്പോൾ ആ x - a എന്ന ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യിക്കുക. അതിനുശേഷം നിങ്ങൾ എക്സിനെ കൊടുത്തോ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ഇതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇഫ് ദി ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ആർ സീറോസ്, cancelling common factors in the numerator and denominator may reduce the fraction to one whose denominator is no longer 0. അതായത് നമ്മൾ Px/Qx ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ, ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യനിൽ Px/Qx ഫോമില വരുന്നെങ്കിൽ ആ എക്സിന് എ പുട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരേ സമയം 0 വന്നാൽ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതായത് Px-ൽ എക്സിനെ കൊടുത്തു, P(a) 0 ആയി പോയി. Qx-ൽ എക്സിനെ കൊടുത്തു, Q(a) 0 ആയി പോയി. അങ്ങനെ വരാനുള്ള കാരണം എന്താണ് മക്കളെ? അങ്ങനെ വരാനുള്ള കാരണം എക്സിന് എ പുട്ട് ചെയ്യുമ്പം 0 വരാനുള്ള കാരണം x - a എന്ന ഫാക്ടർ അതിന് ഉത്തരവാദി. x - a എന്ന ഫാക്ടർ ആ Px-ൽ കിടക്കുന്നുണ്ട്, അവിടെ Qx-ൽ കിടക്കുന്നുണ്ട്, അതിനുള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ x - a എന്ന ഫാക്ടറുകൾ എന്ത് ചെയ്യുക? Px മെല്ലെ പുറത്തേക്ക് ചാടിക്കുക, ഫാക്ടറൈസ് ചെയ്യുക. അതൊരു സംഭവം ഫാക്ടറൈസ് ചെയ്യുക, അത് പുറത്തേക്ക് അടിക്കുക. അത് QX നിങ്ങൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക, അത് x - പുറത്തേക്ക് അടിക്കുക. ആ x - ക്യാൻസലാക്കുക. അത് ക്യാൻസലാക്കി ഈ പ്രോബ്ലം തീരും. കാരണം എക്സിന് എ പുട്ടിയും മേലെയും താഴെയുള്ള ആ 0 പ്രശ്നം തീരും. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? സാധാരണ പോലെ എക്സിന് എ പുട്ട് ചെയ്യാം. ഇതാണ് മെത്തേഡ്. ഓക്കെ, നോക്കിക്കോളൂ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലിമിറ്റ് x ടെൻഡിങ് ടു 1, x² പ്ലസ് x - 2 ഡിവൈഡ് ബൈ x² - x ആണ്. സി, നിങ്ങൾ എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പം ന്യൂമറേറ്റർ വരെ 1 + 1 - 2 എന്നാണ്. 1 + 1 - 2 0 അല്ലേ? അടി കൊടുത്താൽ 1² - 1 - അതും 0 അല്ലേ? സോ എക്സിന് 1 കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 0 കാരണം എന്തുകൊണ്ടാ? x - വന്ന ഫാക്ടർ വരുന്നുണ്ടാ. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അറിയാതിരിക്കുക ഫാക്ടറൈസേഷൻ അല്ലേ? x² പ്ലസ് x - 2 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ഇങ്ങനെ വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാണ്ടാവും. പ്രോഡക്റ്റ് -2 സം 1 എന്ത് ചെയ്യാം? 2 നമ്പർ ചൂസ് ചെയ്യാം. പ്രോഡക്റ്റ് -2 വരണേ, സം എന്ത് വരണം? +1 വരണം. അപ്പം എങ്ങനെ എടുത്താൽ മതി? 2 എടുക്കുക, -1 എടുക്കുക. 2 and -1, 2 × -1, 2 × -1 -2 അല്ലേ? 2 + -1 ഇവിടെ എക്സിന് കുറച്ച് 1 അല്ലേ? സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പം ലിമിറ്റ് x ടെൻഡിങ് ടു 1. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ x - 1 × x + 2 എന്ന് എഴുതാം. ശരിയല്ലേ? x - 1 × x + 2 ഫാക്ടറൈസ് അറിയാലോ മക്കളെ. ഒരു ക്വാഡ്രാറ്റിക് വന്ന ഫാക്ടറൈസ് അറിയാലോ. x² കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഇതാണ് മെത്തേഡ്. x² കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ പ്രോഡക്റ്റ് ഈ കോൺസ്റ്റന്റും സമ്മ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് വരണം. ആ 2 നമ്പർ ചൂസ് ചെയ്യുക, അത് x - × x - എഴുതിയാൽ മതി. സോ x - 1ഉം x + 2 വരും. അടിയിൽ നിങ്ങൾ x² - x-ൽ ഒരു എക്സിനെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ എക്സിൻ്റെ എന്തായി? അവിടെ x - വരും. കണ്ടാ x - 1 ഫാക്ടർ ആ കുഴപ്പക്കാരൻ. അല്ല, എക്സിന് 1 പുട്ടിയും 0 വരാൻ കാരണം ആരാ? x - 1. അത് മേലെ പുറത്തേ അടിച്ചു. x - 1 ഈ x - 1ഉം അടിയിൽ x - വെട്ടിക്കളയാം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇനി നമുക്ക് പഴയ പോലെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഫാക്ടറൈസേഷൻ അറിയണം മക്കളെ കേട്ടോ. ഫാക്ടറൈസേഷൻ അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, ക്വാഡ്രാറ്റിക്കോ ക്യൂബിക് എല്ലാം വരാം. അതൊക്കെ ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ആ ഫാക്ടർ എന്താണെന്ന് മുൻകൂട്ടി അറിയാതെ ശ്രദ്ധിക്കാം. മുൻകൂട്ടി അറിയാം നമുക്ക്. എക്സിന് 1 കൊടുക്കുമ്പോൾ 0 വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫാക്ടർ ആരായിരിക്കും? x - 1 ആയിരിക്കും. അപ്പോൾ x - 1 ഈ -1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -2 കിട്ടും നോക്കിയാൽ പോരെ? അപ്പോൾ 2 അല്ലേ വേണ്ടത്? -1 × 2 അല്ലേ -2? അപ്പോൾ അടുത്ത x + 1 ഉറപ്പല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാൻ പിടിക്കാം. സോ ഇനി പുട്ട് ചെയ്ത് നോക്കിയാൽ എക്സ് എന്ന പുട്ട് ചെയ്യണം. 1 പുട്ട് ചെയ്യുമ്പോൾ 1 + 2 മേലെ 3 വരും, അടിയിൽ 1 വരും. 3/1 അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 3 ആണ് ലിമിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സാറിന് വരാറുണ്ട്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് കൊടുത്താൽ വേഗം കിട്ടും.
അപ്പോൾ ഡയറക്റ്റ് കൊടുത്ത് കിട്ടുന്നില്ല. മേലെയും താഴെയും, മേലെ മാത്രം 0 എന്ന പ്രശ്നമില്ലല്ലോ മക്കളെ. ഒന്നും നേരത്തെ ചെയ്തില്ലേ? മേലെ മാത്രം 0 എന്ന പ്രശ്നമില്ല. 0/2 0/3 0/8 കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ആണ്. ഇനി അഥവാ മേലെ 2 വന്നു, അടിയിൽ മാത്രം 0 വന്നാൽ 2/0 അല്ലെ 3/0, അത് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. അത് നമുക്ക് വേറൊരു കേസ് വരുന്നുണ്ട്, പറയാം. താഴെ മാത്രം 0 വേറെ പറയാം. ഓക്കെ ആണ്. ഇനി ക്വസ്റ്റ്യൻ ആയിക്കോളൂ. ഇവാലുവേറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമുക്ക് ഫാക്ടറൈസേഷൻ റൂട്ടിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ എന്താ ചെയ്യുക? റൂട്ട് വന്നാൽ അങ്ങനത്തെ റൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി റേഷണലൈസ് ചെയ്യാന്ന് പറയും. എങ്ങനെയാണ് റേഷണലൈസ് ചെയ്യുക? റൂട്ട് വരുന്ന ക്വാണ്ടിറ്റി ഇല്ലേ, അവിടെ ഒരു കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ വരുന്നത്? റൂട്ട് x² + 100. പിന്നെ എന്താ വരുന്നത്? -10. അപ്പോൾ റൂട്ട് x² + 100 -10 കോൺജുഗേറ്റ് ആരാ? റൂട്ട് x² + 100 + 10 ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്ത് നോക്കോളെ. ഇതിങ്ങനെ വരിക. ലിമിറ്റ് x ടെൻഡിങ് ടു 0. ലിമിറ്റ് x ടെൻഡിങ് ടു 0. ഞാൻ ചെയ്യേണ്ടത് റൂട്ട് x² + 100 റൂട്ട് x² + 100 -10 ഇൻറ്റു അതിൻ്റെ കോൺജുഗേറ്റ്. ആരാ കോൺജുഗേറ്റ്? റൂട്ട് x² + 100 + 10. റൂട്ട് x² + 100 + 10. ഓക്കെ, അതിന് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ആയി പോകും. താഴെ x² ഉള്ളത്. സോ x² ഇൻറ്റു റൂട്ട് x² + 100 + 10. ശരിയാണോ? ക്ലിയർ ആയില്ലേ? റൂട്ട് വരുന്നതാണോ ഇറേഷണൽ വരുന്ന, അതെന്ത് ചെയ്യുക? റേഷണലൈസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മേലെ ഇങ്ങനെ വന്നു. ലിമിറ്റ് x ടെൻഡിങ് ടു 0. അപ്പോൾ ന്യൂമറേറ്റർ a - b × a + b അല്ലേ? എന്താ a എന്ന് പറഞ്ഞാൽ റൂട്ട് x² + 100, b എന്ന് പറഞ്ഞാൽ 10. a - b × a + b എന്താ മക്കളെ? a - b × a + b a² - b². എന്താണ്? a + b × a - b a² - b² ആണ്. സോ ഇവിടെ a² എന്ന് പറയുമ്പോൾ ഈ റൂട്ട് x² + 100 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് അങ്ങ് പോകും. അപ്പം എന്ത് ചെയ്താൽ മതി? x² + 100 a² ആയ മൈനസ് b 10 ആണ്. അതിൻ്റെ സ്ക്വയർ എന്താ? 100 ആണ്. മേലെ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? റൂട്ട് സ്ക്വയർ റൂട്ട് റിമൂവ് ആയി. ഡിവൈഡ് ബൈ അടി ഒന്നും ചെയ്യേണ്ട പോലെ എഴുതാം. x² ഇൻറ്റു റൂട്ട് x² + 100 റൂട്ട് x² + 100 + 10. ഇവിടെ നമുക്ക് ഈ 100 കട്ട് ചെയ്യാം. ബാക്കി എന്താ നോക്കിയേ? ലിമിറ്റ് x ടെൻഡിങ് ടു 0. ന്യൂമറേറ്റർ x² മാത്രമായ x² ഡിവൈഡഡ് ബൈ അടിയിലോ x² ഇൻറ്റു റൂട്ട് x² + 100 റൂട്ട് x² + 100 + 10. നോക്കൂ ഈ x² കുഴപ്പക്കാരൻ. കാരണം എക്സിന് 0 പൊട്ടിയുമ്പം ആ മോളും താഴെ x² 0² ആയി പോവും. ആ കുഴപ്പക്കാരൻ വെട്ടിക്കളഞ്ഞു, കൊന്നു കളഞ്ഞു. ദെൻ ബാക്കിയുള്ള വാല്യൂ എന്താ? 1/√of x² + 100 + 10 ആണ്. അതിൽ എക്സിന് എന്ത് ചെയ്യാം? എന്താ പൊട്ടിയണം? നമുക്ക് 0 പൊട്ടിയണം. മേലെ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഇവിടെ വരെ 0² + 100 വരും, അതായത് 100 വരും + 10. ദാറ്റ് ഈസ് 1/√100 എന്ന് പറഞ്ഞാൽ 10, അഗെയിൻ 10, 1/10 + 10, ദാറ്റ് ഈസ് ആൻസർ എന്താ വരിക? 1/20. മക്കളെ 1/20 കണ്ട. അപ്പോൾ ഇതൊരു മോഡലാണ്. റൂട്ട് വരുന്നത് ചിലപ്പോൾ റൂട്ട് താഴെ വരട്ടോ, മേലെ എവിടെ വന്നിരിക്കുന്നത്. എവിടെ വന്നാലും ശരി ആ റൂട്ട് വരുന്ന ടേം നോക്കൂടാ. ആ റൂട്ട് വരുന്ന ടേമിൻ്റെ കോൺജുഗേറ്റ് മനസ്സിലായില്ലേ? ഇപ്പൊ റൂട്ട് x + a എന്നിരിക്കുക. അതിന് കോൺജുഗേറ്റ് ആരാ? റൂട്ട് x - a ആണ്. റൂട്ട് x + √a എന്നിരിക്കുക. ആരാ കോൺജുഗേറ്റ്? റൂട്ട് x - √a ആണ്. റൂട്ട് x - √a എന്നിരിക്കുക. ആരാ കോൺജുഗേറ്റ്? റൂട്ട് x + √a ആണ്. അറിയാലോ കോൺജുഗേറ്റ്? a + b കോൺജുഗേറ്റ് a - b. അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ a + b × a - b വരുന്നുണ്ട്, a² - b² വരുന്നുണ്ട്. ആ റൂട്ട് എന്തായി പോവും? റിമൂവ് ആയി പോവും. ഓക്കെ ആണ്. റൈറ്റ് ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡിങ് ടു 2 ന്യൂമറേറ്റർ x² - 4 ആണ്. എക്സിന് 2 കൊടുത്താൽ മേലെ എന്തായാലും 0 വരുമല്ലോ. 2² - 4 0 വരും. അടി നോക്കിയേ x² - 5x + 6 x² 2² 4 -5 × 2 10. അപ്പോൾ എന്താ? 4 - 10 + 6. ഇപ്പോൾ 4 + 6 10 വന്നു, -10 വന്നു. എന്തായി?
0 ആയി പോയി. അപ്പോൾ താഴെ മേലും 0 വരുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക ഇവിടെ ആരാണ് ക്യാൻസൽ ചെയ്യേണ്ടത്? ആരാണ് ഫാക്ടർ? കുഴപ്പക്കാരാണ്? എക്സ് ടെൻഡിങ് ടു 2 ആണെന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എക്സിന് 2 പുട്ടിയുമല്ലേ ഈ 0/0 വരുന്നത്? അപ്പോൾ കുഴപ്പക്കാരൻ ആരാ? x-2 എന്ന ഫാക്ടറാണ്. അപ്പോൾ x-2 എന്ന ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യും. ഇതിനുള്ളിലുണ്ട് x² - 4 ഉള്ളിൽ x-2 ഉണ്ട്. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? അത് x² - 4 നമുക്ക് എങ്ങനെ എഴുതാം? x+2 × x-2 എന്ന് എഴുതിക്കൂടെ? x+2 × x-2 എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിക്കോളൂ. സോ ഇതെങ്ങനെയായി? ഈസ് ഈക്വൽ ടു ലിമിറ്റ് എന്താ വരിക? x ടെൻഡിങ് ടു 2 മേലെ എന്ത് എഴുതാം? x+2 × x+2 × x-2 എന്ന് എഴുതാം. x+2 × x-2 ഡിവൈഡഡ് ബൈ ഇവിടെ വീണ്ടും ക്വാഡ്രാറ്റിക് ആണ്. x² - 5x + 6 x²ന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് പ്രോഡക്റ്റ് 6 കിട്ടണം. സം എന്ത് കിട്ടണം? -5 കിട്ടണം. അത് ഒരു നമ്പർ -2 ആയിരിക്കണം ഉറപ്പല്ലേ? x-2 വരണമല്ലോ. ഒരു നമ്പർ -2 ആണെങ്കിൽ അടുത്ത നമ്പർ -3 ആയ പോരെ? -2 × -3 എന്ന് പറഞ്ഞാൽ +6 കിട്ടും. -2 + -3 -5 കിട്ടും. ക്ലിയർ? ഒന്നും നമുക്ക് അറിയാവുന്നതുകൊണ്ട് വളരെ എളുപ്പം എന്ത് ചെയ്യാം? അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇത് x-2 വരും, x-3 വരും. അപ്പോൾ x-2 എന്തായി? ഇവിടെ ക്യാൻസൽ ആയി. കുഴപ്പക്കാരൻ പോയി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് വാല്യൂ പുട്ട് ചെയ്യാം. ചെയ്യുമ്പം എന്താ വരിക? x2 പുട്ടിയുണ്ട്, മേലെ 2+2 വരും. ഓക്കെ, 2+2 അടി എന്താ വരിക? 2 - 3 വരും. 2+2 4 ആണ്. 2 - 3 -1 ആണ്. സോ ആൻസർ എന്താ? -4. ഡൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഫാക്ടറൈസേഷനാണ്. ഫാക്ടറൈസേഷൻ അറിയില്ലേ പോയി കേട്ടോ. ആ ഫാക്ടറൈസ് നിങ്ങളുടെ സെപ്പറേറ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നെക്സ്റ്റ് വാർഡ് കിടക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻ. x ടെൻഡിങ് ടു -2 ആണ്. അപ്പോൾ എക്സിന് -2 മേലെ നോക്കിക്കോളൂ. -2 × -2 വരും. 4 വന്നോ? -4 4 വന്നോ? 0 കിട്ടി. മേലെ 0 ആയില്ലേ? സമാധാനമായില്ലേ? അടി നോക്കിക്കോളൂ. -2ന്റെ ക്യൂബ് എടുക്കുക. -8 അല്ലേ? 2 × -2² -2² 4 ആണ്. 2 × 4 8 അല്ലേ? +8 അല്ലേ? അപ്പോൾ -8 + 8 വന്നില്ലേ? അപ്പോൾ താഴെയും മേലെ 0 വന്നില്ലേ മക്കളെ? അപ്പോൾ ഏത് വാല്യൂ കൊടുക്കുമ്പോൾ 0 വന്നത്? -2. ആയിക്കോളൂ. എക്സിന്റെ വാല്യൂ -2 കൊടുത്തപ്പോൾ 0 വന്നു. അപ്പോൾ ആരാ ഫാക്ടർ? x-2. അതാരാ? x+2 അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യാം? x+2 ഫാക്ടറൈസ് ചെയ്തിട്ട് x+2 മേലെയും വരണം, അത് താഴെയും വരണം. അത് കട്ട് ചെയ്യണം. നോക്കിക്കോളൂ, കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ന്യൂമറേറ്റർ നോക്കിയാൽ നിങ്ങൾ ന്യൂമറേറ്റർ നോക്കിയാൽ അറിയാം ഏതാ ഒരു കോമൺ ഫാക്ടർ എടുക്കുന്നത്? -2x - 4 എന്ന് -2x - 4 എന്ന് നമുക്ക് -2 പുറത്തേക്ക് ഇട്ടാൽ -2 × പുറത്തേക്ക് ഇട്ടാൽ ഇവിടെ x വരില്ലേ? ഇവിടെ +2 വരില്ലേ? ശരിയല്ലേ? -2 × x+2 എന്ന് പറഞ്ഞാൽ -2x - 4 അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ഡിവൈഡ് ബൈ അവിടെ ആണെങ്കിലോ x³ + 2² എന്ന് അവിടെ x² പുറത്തേക്ക് ചെയ്തു. അപ്പോൾ x² × അപ്പോൾ x³ എന്താവും? x ആവും. 2x² എന്താവും? 2. വേണ്ട. അപ്പോൾ x+2 വന്നില്ലേ മക്കളെ? മേലെ എന്താ വന്നില്ലേ? ആ x+2 നിങ്ങൾ എന്ത് ചെയ്യാൻ? ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി -2 കൊടുത്താൽ 0/0 വരില്ലെന്ന് ഉറപ്പാണ്. നോക്കിക്കോളൂ. ഇനി വാല്യൂ കൊടുത്തു നോക്കൂ. അപ്പോൾ ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ ഇവിടെ x² ഉള്ളൂ, അത് -2ന്റെ സ്ക്വയർ. ഓക്കെ, അതായത് -2 ഡിവൈഡ് ബൈ -2² 4 ആണ്. സോ -1/2 ആണ് എന്ത്? ആൻസർ. സിമ്പിൾ. പക്ഷെ ഇവിടെ നമുക്ക് ഫാക്ടറൈസേഷൻ എന്ന സംഭവം കിടക്കുന്നുണ്ട്. ആ ഫാക്ടറൈസേഷൻ അറിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കും. വീണ്ടും റൂട്ടിൻ്റെ കേസ് ഉണ്ട്. x² + 12 - 4 ആണ്. x² + 12 - 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റേഷണൈസ് ചെയ്യണം. ആലോചിച്ച് നോക്കൂ, റേഷണൈസ് ചെയ്യണം. എങ്ങനെ റേഷണൈസ് ചെയ്യുക? കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് കോൺജുഗേറ്റ്? x² + 12 - 4 ആണ്. x² + 12 - 4ന്റെ കോൺജുഗേറ്റ് ആരാ? x² + 12 + 4 അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവും. ലിമിറ്റ് x ടെൻഡിങ് ടു 2. ഇവിടെ എന്താ വേണ്ടത്? x² + 12 -4 ഇൻറ്റു അതിൻ്റെ കോൺജുഗേറ്റ് x² + 12 + 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് തന്നെ താഴെയും വരണം. ഡിവൈഡഡ് ബൈ ഓൾറെഡി അടിയിൽ x - 2 ഉണ്ട് ഇവിടെ ഓൾറെഡി. അതിൻ്റെ കൂടെ എന്ത് വരും?
റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 4. അപ്പം ന്യൂമറേറ്റർ എന്തായി? ന്യൂമറേറ്റർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആയോ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വരും ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2. ശ്രദ്ധിക്കുക. അപ്പം എന്താ വരിക? ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇത് സ്ക്വയർ ചെയ്യുന്നു, റൂട്ട് പോകുന്നു, റിമൂവ് ആയി പോകുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 12 മൈനസ് പിന്നെ 4 സ്ക്വയർ ചെയ്യുന്നു 16 ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 12 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 4. മനസ്സിലായില്ലേ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആക്കി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടിന് പോയി. സി ഇപ്പം നമുക്ക് 12 16 മൈനസ് എന്ത് കിട്ടും? -4 കിട്ടും. സോ ഇതിങ്ങനെ മാറി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 12 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 4. ഓക്കെയാണ്. വീണ്ടും നമുക്ക് ന്യൂമറേറ്റർ വീണ്ടും വന്നു, എക്സ് സ്ക്വയർ മൈനസ് 4 വന്നു. വീണ്ടും ഫാക്ടറൈസ് ചെയ്യണം, കാരണം നമുക്ക് എക്സ് മൈനസ് 2 കട്ട് ചെയ്യേണ്ടത്. എക്സ് മൈനസ് 2 കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മേലെ ഫാക്ടറൈസ് ചെയ്യണം, അഗെയിൻ ഫാക്ടറൈസ് ചെയ്യണം. സോ ഇത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് ടെൻഡിങ് ടു മേലെ എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എഴുതാം. ഡിവൈഡഡ് ബൈ അടിയിൽ എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 4. സി നമുക്ക് എക്സ് മൈനസ് 2 കിട്ടി. റിമൈനിങ് ഫംഗ്ഷനിൽ എക്സിന് 2 കൊടുത്തോളൂ, ഒരു പ്രശ്നമില്ല, നേരിട്ട് കൊടുത്തോളൂ. എന്താ വരിക? മേലെ എന്താ വരിക നോക്കിയേ? മേലെ എക്സ് പ്ലസ് 2 2 പ്ലസ് 2 4 വന്നു. മേലെ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, 4 വന്നു. ഡിവൈഡഡ് ബൈ അടിയിൽ റൂട്ടിനുള്ളിലാണ് റൂട്ട് ഓഫ് എന്താ വരിക? എക്സിന് 2 കൊടുത്തത്, അപ്പോൾ 2 സ്ക്വയർ 4 വരും. 4 പ്ലസ് 12 എന്ന് വരും. 4 പ്ലസ് 12 വരും റൂട്ടിനുള്ളിൽ, പ്ലസ് 4 വരെയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 12 16 ആണ്. റൂട്ട് 16 4 ആണ്. സോ അത് 4 പ്ലസ് 4 വീണ്ടും വരും. സോ 4/4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 4/8 ആണ്. 4/8 എന്താണ്? 1/2 ആണ്. ആൻസർ എന്താണ്? 1/2 ആണ്. എളുപ്പമാണ്. ഒരേ കൺസെപ്റ്റാണ്. അതായത് ഫാക്ടറൈസ് ചെയ്യുക, ഫാക്ടർ ക്യാൻസൽ ചെയ്യുക, ഒരു കൺസെപ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് വേറെ ചില കേസുകൾ വരുന്നുണ്ട്. ചില പ്രോബ്ലംസ് ഇതുപോലെ 0/0 ചില പ്രോബ്ലംസ് നമുക്ക് റെഡിമെയ്ഡ് ഫോമിൽ ചെയ്യാറുണ്ട്. നമ്മളതിന് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ മെത്തേഡിൽ നമുക്ക് എല്ലാം ചെയ്യാം. 0/0 വരുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഉറപ്പായിട്ടും ഫാക്ടർ കട്ട് ചെയ്യാണ്ടാവുമല്ലോ. നമ്മൾ എക്സിന് എ കൊടുക്കുമ്പം 0 വരുന്നുണ്ടോ അതിന് അർത്ഥം എക്സ് മൈനസ് ഫാക്ടർ ഉണ്ട് എന്നാണ്. ആ എക്സ് മൈനസ് ഫാക്ടർ വേർതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. അത് വേർതിരിച്ചത് താഴെയും മേലിനെ വേർതിരിക്കുക. ദെൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നതിന് ശേഷം പൊട്ടിക്കുക. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അവിടെ സിമ്പിൾ ഐഡിയ ആണ്. നോക്കിക്കോളൂ. ഇത് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഇത് ഗ്രേഡ് കൂടിയ ക്വസ്റ്റ്യനാണ്. സംഭവം പഠിച്ച അതേ സംഭവം തന്നെയാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 fx മൈനസ് 5 ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റ് എഫ് എക്സ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് ഒരു ചേഞ്ചുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ്, അതിനകത്തൊരു എഫ് എക്സ് അറിയാത്തുണ്ട്. അപ്പോൾ എഫ് എക്സ് അറിയാത്ത ഒരാളുണ്ട്. ഇവിടെ നമുക്ക് എക്സിന് 4 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് എക്സിന് 4 കൊടുത്താൽ ഇത് എഫ് ഓഫ് 4 മൈനസ് 5 ഡിവൈഡ് ബൈ 4 - 2 കിട്ടും. അത് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അവിടുന്ന് എഫ് എക്സ് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് വാല്യൂ കാണാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ടു 4 ആ പൊട്ടിയിട്ട് എഫ് ഓഫ് 4 മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് എന്താണ്? 4 ആണ്. 4 - 2 ആണ്. ഇത് ഈക്വൽ ടു എന്താ വരുന്നത്? 1 ആണ്. ഓക്കെ ആണ്. സി ഇവിടെ നമുക്ക് എഫ് ഓഫ് 4 മൈനസ് 5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. ഞാൻ എന്താ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ആദ്യം ഡയറക്റ്റ് എക്സിന് വാല്യൂ ലിമിറ്റ് കാണാൻ പറ്റും. ഡയറക്റ്റ് വാല്യൂ കൊടുത്തു. കുഴപ്പക്കാരൻ താഴെ 0 വരുന്നില്ലല്ലോ, പേടിക്കണ്ടല്ലോ. 2 കൊടുത്ത് 4 - 2 2 അല്ലേ കിട്ടുക, 0 അല്ലല്ലോ. മേലെയും കൊടുത്താൽ എഫ് ഓഫ് 4 മൈനസ് 5 ബൈ 4 - 2 4 - 2 ആണ്. F4 - 5/2 ഈക്വൽ ടു 1 ആണ്. 2 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എഫ് ഓഫ് 4 മൈനസ് 5 ഈക്വൽ ടു 2.
സോ എഫ് ഓഫ് ഫോർ എന്തായി? എഫ് ഓഫ് ഫോർ 5 കൊണ്ട് 2 + 5 7 ആയി. അവിടെ കേട്ടെ, നമ്മുടെ ചോദ്യം എഫ് ഓഫ് ഫോർ കാണാനല്ല, ചോദ്യം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഫോർ എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഫോർ എഫ് ഓഫ് എക്സ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഫോർ എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ. ഇതെന്ത് ചെയ്യേണ്ടത്? ഡയറക്റ്റ് എക്സ് ഈക്വൽ ടു 4 കൊടുത്താൽ പോരെ. അപ്പോൾ എഫ് ഓഫ് 4 എന്ന് കിട്ടില്ലേ? ആ എഫ് ഓഫ് 4ന്റെ വാല്യൂ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 7. സോ ആൻസർ എന്താണ്? 7 ആണ്. ലിമിറ്റ് എഫ് എക്സ് ടെൻഡിങ് ടു 4 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 4 ആ മക്കളെ. ആ എഫ് ഓഫ് 4ന്റെ വാല്യൂ എന്ത് ചെയ്യും? ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? നിറയെ റൂട്ടുണ്ടല്ലോ മക്കളെ, നിറയെ റൂട്ടിൽ ക്വസ്റ്റ്യൻ അല്ലേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. കുഴപ്പമില്ല, നമുക്കൊക്കെ ഒന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് എന്തായാലും എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ കുഴപ്പമാണ്? മുകളിലൊക്കെ 0 വരും, താഴെയൊക്കെ 0 വരും, ഉറപ്പല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യാം. നോക്കിക്കോളൂ, ഫാക്ടറൈസ് ചെയ്യുന്നത് ഇത് നമുക്ക് വേണ്ട 2 മെത്തേഡ് ചെയ്യാം. ഇത് നിന്നിപ്പോൾ ഫാക്ടറൈസ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റേഷണലൈസ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യാം? എളുപ്പം മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് നിന്ന് സോൾവ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1, ഈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് ഓഫ് ആ എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? റെഡി അല്ലേ? പ്ലസ് റൂട്ട് എക്സ് മൈനസ് 1 ന്യൂമറേറ്റർ ആയല്ലോ, ഡിവൈഡ് ബൈ ഇത് എന്തായാലും നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. റെഡിയാണ്? സി നമുക്ക് റൂട്ട് എക്സ് പ്ലസ് 1 റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി അല്ലേ. റൂട്ട് എ ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. സോ നമുക്ക് ഇതിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 ഇത് റൂട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1. ഓക്കെ, ന്യൂമറേറ്റർ നോക്കിയാൽ റൂട്ട് എക്സ് മൈനസ് 1 കോമൺ ഫാക്ടർ എടുക്കാം. സോ ഇത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 റൂട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു ഇവിടെ റൂട്ട് എക്സ് പ്ലസ് 1 മാത്രമേ ബാക്കിയുണ്ടാവും. ഇവിടെ ബാക്കി എന്തുണ്ടാവും? അവിടെ 1 ബാക്കിയുണ്ടാവും, പ്ലസ് ഒരു 1 വരും, ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. ദെൻ റിമൈനിങ് ഫംഗ്ഷനിൽ 1 കൊടുത്താൽ ഒരു കുഴപ്പമില്ല. നോക്കിക്കോളൂ, 1 കൊടുക്കുമ്പോൾ റൂട്ട് 1 + 1 റൂട്ട് 2 എന്ന് വരും. റൂട്ട് 1 2 പ്ലസ് 1 ഡിവൈഡ് ബൈ ഇതെന്താ വരിക? റൂട്ട് 1 + 1 റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 + 1 ബൈ റൂട്ട് 2 എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി, നമുക്ക് ഷോർട്ടായിട്ടൊന്നുമല്ലല്ലോ. സോ ആൻസർ എന്താ വരിക? റൂട്ട് 2 + 1 ബൈ റൂട്ട്, അല്ലെങ്കിൽ റൂട്ട് 2 ബൈ റൂട്ട് 2 1 + 1 ബൈ റൂട്ട് നമുക്ക് എഴുതാം. സി ഇങ്ങനെ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് റേഷണലൈസ് ചെയ്യാതെയും ചില ക്വസ്റ്റ്യൻ ചെയ്യാം, എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതങ്ങനെ ചെയ്യാം. ഓക്കെയാണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാ. ഇത് വീണ്ടും റൂട്ട് തന്നെയാണ്. റൂട്ട് 5h + 4 - 2 ഡിവൈഡ് ബൈ h ആണ്. ഇത് നമുക്ക് റേഷണലൈസ് ചെയ്യാം. റൂട്ട് 5h + 4 - 2ൻ്റെ കോൺസ്റ്റന്റ് എടുക്കുക, റൂട്ട് 5h + 4 + 2 എടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിക്കോളൂ. സി ഇതിങ്ങനെ വരും. ലിമിറ്റ് ഇവിടെ 0 ആണ്. ലിമിറ്റ് h ടെൻഡിങ് ടു 0. എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ കോൺജുഗേറ്റ് റൂട്ട് ഓഫ് 5h + 4 - 2 ഇൻറ്റു അതിന് കോൺസ്റ്റന്റ് എടുക്കുക. കോൺസ്റ്റന്റ് എന്താ? റൂട്ട് 5h + 4 + 2 ഡിവൈഡഡ് ബൈ h. ഓക്കെ, ഇൻറ്റു അവിടെ എന്ത് ചെയ്യണം? റൂട്ട് 5h + 4 + 2. നിങ്ങൾ നോക്കിക്കോളൂ, എച്ചിന് 0 കൊടുത്താൽ സംഭവിക്കുക ഇവിടെ റൂട്ട് 4 വരും. റൂട്ട് 4 2 2 - 2 മുകളിൽ 0 വരും, അടിയിൽ 0 വരും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് a - b ൻ്റെ a + b വന്നു. സോ ദിസ് ഈസ് ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഇത് a + b ൻ്റെ a - b a - b ഇൻറ്റു a + b a സ്ക്വയർ - b സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ അവിടെ 5h + 4 വരും, മൈനസ് ഇതാണ് 2ൻ്റെ സ്ക്വയർ 4 വരും. 5h + 4 ഡിവൈഡ് ബൈ -4 അടിയിലോ h ഇൻറ്റു റൂട്ട് 5h + 4 റൂട്ട് 5h + 4 + 2. ഓക്കെ, ഇവിടെ 4 ക്യാൻസൽ ചെയ്യാം, ബാക്കി 5h മാത്രം ബാക്കി ഉണ്ടാവും. അപ്പോൾ ലിമിറ്റ്
എച്ച് ടെൻഡിങ് ടു 0, 5h അപ്പോൾ എച്ച് താഴത്തേക്ക് ക്യാൻസൽ ചെയ്യാം. 5h ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് 5h പ്ലസ് 4 പ്ലസ് 2 ആണ്. ഇനി ആ എച്ച് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. റിമൈനിങ് ഫംഗ്ഷനിൽ എച്ചിന് 0 കൊടുത്തേ, ഒരു കുഴപ്പമില്ലല്ലോ. സോ ന്യൂമറേറ്റർ 5 വന്നില്ലേ, 5 ഡിവൈഡഡ് ബൈ എന്താ വരിക അടിയിൽ വരിക? റൂട്ട് ഓഫ് 0 പ്ലസ് 4 വരും. 4 × 4 റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 2 അഗൈൻ 2. 5 ഡിവൈഡ് ബൈ എന്ത് കിട്ടി? 4 കിട്ടി. 5 ഡിവൈഡ് ബൈ 4 ഡൺ. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് വരുമ്പം റേഷണലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഫാക്ടറൈസേഷൻ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ടെൻഡിങ് ടു 5. എക്സിന് 5 കൊടുത്താൽ മക്കളെ മോളിൽ 5 - 5 0 വരുന്ന ഉറപ്പല്ലേ? അടിയിൽ 0, 5² 25 അത് 0 വരുമല്ലോ. അപ്പോൾ 0/0 ഫോം ആണ്. അപ്പോൾ ഏത് ഫാക്ടർ കട്ട് ചെയ്യണം? എക്സ് ടെൻഡിങ് ടു 5 ആവുമാണ് എന്ത് കിട്ടുന്നത്? 0/0 വരുന്നത്. അപ്പോൾ എക്സ് ടെൻഡിങ് ടു 5 0 കിട്ടാൻ കാരണം x - 5 എന്ന ഫാക്ടറാണ്. സോ മേൽ ഓൾറെഡി x - 5 ഉണ്ട്. അടിയിൽ x² 25 ഫാക്ടറൈസ് ചെയ്യാം. x + 5 ഇൻറ്റു x - 5 കട്ട് ചെയ്യാം. വളരെ സിമ്പിൾ. സോ ഇതെങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 5, ന്യൂമറേറ്റർ ഒന്നും ചെയ്യേണ്ട, നമുക്ക് കട്ട് ചെയ്യാനുള്ള ഫാക്ടർ അത് x - 5. അടിയിൽ x² - 25 ഫാക്ടറൈസ് ചെയ്യാം. x + 5 ഇൻറ്റു x - 5. അപ്പോൾ നമുക്ക് ആരെ കട്ട് ചെയ്യാം? x - 5 കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് പോയി. റിമൈനിങ്ങിനകത്ത് മേലെ 1 ആണ്, അടിയിൽ 5 + 5 വരും. 5 + 5 ആൻസർ എന്ത് കിട്ടി? 1/10 കിട്ടി. ഓക്കെയാണ്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിക്കോളൂ. ഇത് റൂട്ട് എക്സ് -3 മേല, അടിയിൽ x - 9, x 9 കൊടുക്കുന്നു. x 9 കൊടുക്കുമ്പോൾ മേലെ റൂട്ട് 9 - 3 വരും. റൂട്ട് 9 3 ആണ്, 3 - 3 0 ആയി കിട്ടി. അടിയിൽ 9 - 9 0 ആയി കിട്ടി. ഫാക്ടറൈസ്. അപ്പോൾ എക്സിന് 9 കൊടുക്കുമ്പോൾ ആണ് 0 വരുന്നത്. അപ്പോൾ നമുക്ക് x - 9 എന്ന ഫാക്ടറെ കട്ട് ചെയ്യേണ്ടത്. അടിയിൽ ഓൾറെഡി x - 9 ഉണ്ട്, മേലിൽ വരണം. അപ്പോൾ റൂട്ട് എക്സ് -3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റേഷണലൈസ് ചെയ്യാം. അപ്പോൾ റൂട്ട് എക്സ് + 3 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ വരും. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 9, മക്കളെ നോക്കിക്കോളെ. റൂട്ട് എക്സ് -3 ആണ്. റൂട്ട് എക്സ് -3ന്റെ കോൺജുഗേറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ റൂട്ട് എക്സ് + 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് തന്നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അടിയിൽ ഓൾറെഡി x - 9 ഉണ്ട്, അതിൻ്റെ കൂടെ റൂട്ട് എക്സ് + 3 കൂടെ വരും. ഓക്കെയാണ്. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 9, ന്യൂമറേറ്റർ a - b × a + b, a² - b². റൂട്ട് എക്സിൻ്റെ സ്ക്വയർ -3ൻ്റെ സ്ക്വയർ. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ x ആണല്ലോ, 3ൻ്റെ സ്ക്വയർ 9 അല്ലേ. മേലെന്ത് വന്നു? x - 10 വന്നു. അടിയിൽ ഡിവൈഡ് ബൈ എന്താ വരുന്നത് നോക്കി? x - 9 ഇൻറ്റു റൂട്ട് എക്സ് + 3. അപ്പോൾ x - എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനി x 9 കൊടുത്താൽ 1/√9 + 3. റൂട്ട് 9 3 ആണ്. സോ 1/3 + 3 ദാറ്റ് ഈസ് 1/6. ഡൺ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റിൻ്റെ അതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ ആണ്. വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഒന്നും അല്ല. ഇതാ കിടക്കുന്ന വേറെ ക്വസ്റ്റ്യൻ, അതേപോലത്തെ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? സെയിം മോഡൽ വർക്കൗട്ട് ചെയ്യാം. ഇവിടെ അടിയിൽ റൂട്ട് എക്സ് + 3 അടിയിലാണ് റേഷൻ നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിയിലത്തെ നമ്പർ എന്താണ്? റൂട്ട് എക്സ് + 3 - 2. ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ആ വാല്യൂ കൊടുത്ത് നോക്കണം, ഉറപ്പിക്കണേ. ചില സമയത്ത് ഇങ്ങനെ കണ്ടാ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ഉണ്ടാവും, റൂട്ടൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് റേഷനൈസും പോവും. അതിൻ്റെ ആവശ്യമില്ലാത്ത കേസുകൾ ഉണ്ടാവും. നമ്മൾ ആദ്യം ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് വാല്യൂ കൊടുത്തിട്ട് 0/0 വരുന്നതിന് മാത്രം ഫാക്ടറൈസ് ചെയ്യണ്ടു. ഇല്ല, ഫാക്ടറൈസിൻ്റെ ആവശ്യമില്ല. റൂട്ട് കണ്ട ഉടനെ ഫാങ് എന്ത് ചെയ്യേണ്ട? കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ വേണ്ട. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1 മേലെ 0. ഓക്കെ, അടിയിൽ 1 + 3 4 √4 2 2 - 2 0. അപ്പോൾ 0/0 വന്നു. സമാധാനം ഇല്ലേ? അപ്പോൾ ഈ കേസ് നമ്മൾ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ റൂട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സിന് 1 പുട്ട് ചെയ്യുന്നത്. സോ നമുക്ക് x - 1 എന്ന ഫാക്ടർ വരണം. ന്യൂമറേറ്റർ ഓൾറെഡി x - 1 ഉണ്ട്. അപ്പോൾ അവിടെ പേടിക്കേണ്ടത് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ട്. അടിയിൽ മാത്രം നമുക്ക് x - 1 കൊണ്ടുവരണം. സി നോക്കൂടെ, കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1, x - 1 ഇൻറ്റു x - 1 കോൺജുഗേറ്റ് എടുത്തോ. റൂട്ട് എക്സ് + 3 + 2 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് + 3
റൂട്ട് എക്സ് പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 3 പ്ലസ് 2. ഓക്കെ, ഇപ്പം ന്യൂമറേറ്റ് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 നോക്കിക്കോളൂ. മേലൊന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ എക്സ് മൈനസ് 1 ഉണ്ടല്ലോ, മോളൊന്നും ചെയ്യേണ്ട. എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡ് ബൈ, ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് എക്സ് പ്ലസ് സി സ്ക്വയർ എക്സ് പ്ലസ് 3 മൈനസ് 2ൻ്റെ സ്ക്വയർ എന്താ 4. എക്സ് പ്ലസ് 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 അല്ലേ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 ക്യാൻസലായി. ഇനി എക്സിന് 1 കൊടുത്താൽ റൂട്ട് 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 പ്ലസ് 2 അതായത് റൂട്ട് 4 2 ആണ്. ആൻസർ എന്താ 2 പ്ലസ് 2 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആൻസർ. റെഡിയല്ലേ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ റൂട്ട് വരുന്ന ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നോക്കി, ഇത് വീണ്ടും നേരത്തെ ഫസ്റ്റ് പഠിച്ച മോഡലാണ്, ഫാക്ടറൈസേഷൻ. എക്സ് ടെൻഡിങ് ടു -3. അപ്പോൾ എക്സിന് -3 കൊടുത്താൽ മേലെ -3 പ്ലസ് 3 മോള് 0 വരും. ഇവിടെ -3 സ്ക്വയർ 9 വരിക. 9 ഇവിടെ 4 ഇൻറ്റു -3 -12 വരും, പ്ലസ് 3 വരും. 9 പ്ലസ് 3 12 -12 അവിടെയും 0 വരും. സോ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, മോളൊന്നും ചെയ്യേണ്ട, എക്സ് പ്ലസ് 3 എന്ന ഫാക്ടർ വെട്ടിപ്പോകാനുള്ളതാണ്, ഒന്നും ചെയ്യേണ്ട. ഇത് ഫാക്ടറൈസ് ചെയ്യുക. പ്രോഡക്റ്റ് 3 വരണം, സം എന്ത് വരണം +4 വരണം അല്ലേ. സം +4 വരണം. നോക്കുക, പ്രോഡക്റ്റ് 3 വരണം, സം 4 വരണമെങ്കിൽ 1ഉം 3 വരണ്ടേ. 1 ഇൻറ്റു 3 ആണ്, 1 + 3 4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 വരും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ. സി ദി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -3, എക്സ് ടെൻഡിങ് ടു -3, മേലൊന്നും ചെയ്യേണ്ട, എക്സ് പ്ലസ് 3 തന്നെയാണ്, ഡിവൈഡഡ് ബൈ, ഇതാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പോൾ എക്സ് പ്ലസ് 3 ക്യാൻസലായി. ഇനി എക്സ് എന്താ കൊടുക്കേണ്ടത്, -3 കൊടുക്കണം. 1 ഡിവൈഡ് ബൈ -3 പ്ലസ് 1, ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ എന്താ വരിക 2. -3 പ്ലസ് 1 -2, 1 ബൈ -2 -1/2. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 -3 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1. എക്സിന് -1 ആണ് പുട്ട് ചെയ്യേണ്ടത്, എക്സിന് -1 ആണ് പുട്ട് ചെയ്യേണ്ടത്. -1ൻ്റെ സ്ക്വയർ 1 ആണ്, 1 + 8 9 ആണ്, റൂട്ട് 9 3 ആണ്. അപ്പോൾ നേരെ 3 - 3 0 ആയി, -1 + 1 അടി 0 ആയി. അപ്പോൾ എന്തായാലും എക്സ് ടെൻഡിങ് ടു -1 ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 എന്ന ഫാക്ടറാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. ആ ഫാക്ടർ ഓൾറെഡി താഴെയുണ്ട്, ഇനി മേലെ കൊണ്ടുവന്നാൽ മതി. മേലെ കൊണ്ടുവരാൻ റൂട്ട് വരുന്നതുകൊണ്ട് റേഷണലൈസ് ചെയ്യണം, ഇല്ലാതെ ഫാക്ടർ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 -3 ആണ്, കോൺഷ്യൽ എടുക്കുക. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സി ഇതിങ്ങനെ വരും. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 -3 ഇൻറ്റു, അതിൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ, കോൺജുഗേറ്റ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 പ്ലസ് 3. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 4 ആയി. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1, ഇത് എക്സ് സ്ക്വയർ പ്ലസ് 8 റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8 കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 8 -3 സ്ക്വയർ 9 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 1 സെക്കൻഡ്, എക്സ് സ്ക്വയർ പ്ലസ് 8 മൈനസ്, ഓക്കെ, സി എക്സ് പ്ലസ് 1 ഇൻറ്റു ഇതെന്താ വരിക, എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8 പ്ലസ് 3. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
എക്സിൻ്റെ വാല്യൂ അവിടെ എക്സിൻ്റെ വാല്യൂ -1 ആ ശ്രദ്ധിക്കണേ, എക്സിന് -1 ആണ്. ഇവിടെ നമ്മൾ -1ൻ്റെ സ്ക്വയർ ചെയ്യുമ്പം അത് 1 കിട്ടും. ആ 1ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുക. √9 3 ആണ്. അപ്പോൾ മേലെ 3 - 3 വന്നുകൊണ്ടാണ് നമുക്ക് മുകളിൽ 0 വരുന്നത്. അടിയിൽ -1 +1. ഞാൻ പറഞ്ഞു x+1 ഫാക്ടർ അവിടെ കിടക്കട്ടെ. എന്തുകൊണ്ടാണ്? എക്സിന് -1 പുട്ട് ചെയ്യുമ്പം x+1 ഫാക്ടറാ കട്ട് ചെയ്യണം. താഴെ ഒന്നും ചെയ്യണ്ട, അടുത്തൊന്നും ചെയ്യണ്ട. പക്ഷെ നമുക്ക് എന്ത് വേണം? മേലെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇത് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ √x² + 8 -3 അതിൻ്റെ കോൺജുഗേറ്റ് ആരാ? √x² + 8 +3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യും. a - b × a + b വരുന്നു. a - b × a + b a² - b² ആണ്. സോ ഇത് സ്ക്വയർ ചെയ്യുന്നത് കിട്ടുക x² + 8 കിട്ടും. മൈനസ് b² 3² 9 കിട്ടുക. ഡിവൈഡ് ബൈ എന്താണ്? x+1 × √x² + 8 + 3. സി നമുക്ക് ഇനി ഇവിടെ ന്യൂമറേറ്റർ എന്താ ചോദിക്കേ? x² ലിമിറ്റ് x ടെൻഡിങ് ടു -1 x² +8 -1 വരും. x² -1 വരും. അടി ഉണ്ടാവുന്നത് നോക്കിയേ, x+1 വരുന്നത് അല്ലേ? x+1 വരുന്നത്. √ ഇവിടെ എന്താ വരുന്നത്? √x² + 8 വന്നേ. അതിന് കൂടെ തന്നെ ഒരു +3 ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? താഴെ x+1 വരുന്നത്. ഇവിടെ നമ്മൾ x² - ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്യുക. കാരണം x+1 മോള് വരണ്ടേ? അപ്പോൾ x² - 1 വന്നിരിക്കുന്നത്. അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം? x+1 എക്സ്പെൻസ് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. സി അപ്പോൾ എന്ത് വരും? ഇത് ലിമിറ്റ് x ടെൻഡിങ് ടു -1 ലിമിറ്റ് x ടെൻഡിങ് ടു -1 മേലെ x+1 × x - 1 അഗെയിൻ ഫാക്ടറൈസ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ അടിയിൽ നിന്ന് വന്നു x+1 വന്നു ഇൻറ്റു റൂട്ട് ഓഫ് x² + 8 + 3. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ x+1 ക്യാൻസൽ ചെയ്യാം. ഇനി എക്സിന് പുട്ട് ചെയ്യുന്ന -1 ആണ്. പുട്ട് ചെയ്തോളൂ. x - 1 -1 സോ എന്താ പറയുക ആൻസർ? -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ 1 ആയി. 1 + 8 9. അപ്പോൾ √9 വന്ന് +3 -1 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡ് ബൈ √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 3 6 -2/6 ആണ്. ദാറ്റ് ഈസ് -1/3 എന്ത് വരിക? ആൻസർ വരിക -1/3. ഓക്കെ ആണേ? ഡൺ. അടുത്ത ദിവസത്തോട്ട് പോവാം. അടുത്ത ദിവസം എന്താ നോക്കിയേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇതുവരെ ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ചെറിയ ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ അറിയോ? ഇഫ് ലിമിറ്റ് x ടെൻഡിങ് ടു -2 f(x/x²) = 1 ആണ്. നമ്മൾ നേരത്തെ ആ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അത് 1 ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് x ടെൻഡിങ് ടു 2 fx കാണണം, ലിമിറ്റ് x ടെൻഡിങ് ടു -2 fx/x കാണണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ നേരത്തെ ചെയ്ത കൺസെപ്റ്റ് ഉപയോഗിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ഈ ലിമിറ്റ് ആരാണ്? 1 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് -2 കൊടുക്കാം. എക്സിന് -2 കൊടുക്കുമ്പോൾ f(-2) എന്ന് വരും. അടിയിൽ എന്താ കിട്ടുക? -2² വരും. അത് 1 ആണ്. അവിടുന്ന് എന്ത് ചെയ്യാം? f(-2)ൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? സോ എന്താ വേണ്ടത്? ലിമിറ്റ് x ടെൻഡിങ് ടു -2 എന്താണ് ചോദ്യം? f(x) ഡിവൈഡഡ് ബൈ x² ആണ്. ഇത് എത്രയാണ്? 1 ആണ്. ഇത് 1 തന്നിട്ടുണ്ട്. സോ എക്സിന് എന്ത് ചെയ്യുക? -2 പുട്ട് ചെയ്യും നമ്മൾ. ഇത് f(-2) ഡിവൈഡഡ് ബൈ -2² ഈക്വൽ ടു എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് f(-2) ഡിവൈഡഡ് ബൈ -2² 4 ആണ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് f(-2) എഴുതാമല്ലോ. എന്താ f(-2)? 4. അതവിടെ നിൽക്കട്ടെ. f(-4) കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലിമിറ്റ് x ടെൻഡിങ് ടു -2 f(x) എന്നല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിന് -2 കൊടുത്താൽ പോരെ? എക്സിന് -2 കൊടുക്കുമ്പോൾ ഇത് f(-2) ആവില്ലേ? അതിന് വാല്യൂ നമുക്ക് അറിയാലോ. ഇവിടെ കിട്ടി 4 കിട്ടിയില്ലേ? അത് കൊടുത്താൽ പോരെ? അപ്പോൾ നോക്കുന്നോ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് x ടെൻഡിങ് ടു -2 f(x) ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് ഡയറക്റ്റ് എന്ത് ചെയ്യുക? -2 പുട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും? ഇത് f(-2) എന്ന് വരും. എന്താ മക്കളെ? f(-2) കണ്ടുവച്ചിട്ടുണ്ട്. f(-2) എന്താ? 4 ആണ്. സോ ആൻസർ എന്താണ്? ഇത് 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി.
ഇതേപോലെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -2 എഫ് എക്സ് ബൈ എക്സ് വരുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -2 എക്സ് ടെൻഡിങ് ടു -2 എഫ് ഓഫ് എക്സ് ബൈ എക്സ്, എഫ് ഓഫ് എക്സ് ബൈ എക്സ് ഡയറക്റ്റ് കൊടുത്തോ. എഫ് ഓഫ് -2 ബൈ എന്ത് കിട്ടും? -2 കിട്ടും. എഫ് ഓഫ് -2 ഡിവൈഡഡ് ബൈ -2. എഫ് ഓഫ് -2 4 കിട്ടിയല്ലോ, 4 ബൈ -2 കിട്ടും. 4 ബൈ -2 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ്. മനസ്സിലായി? സോ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ പറയുന്നത് ഇത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. വെറുതെ ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യൻ അല്ല, അതിനെ ചെറിയ കൺസെപ്റ്റ് ബേസ് വേറെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്ത ഒരു ലിമിറ്റ് കാണുന്ന ലിമിറ്റ് തന്നിട്ട് ഒരു അൺനോൺ ഫംഗ്ഷൻ ഉണ്ടാവും. ആ അൺനോൺ ഫംഗ്ഷൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഫംഗ്ഷനെ വേറെ ലിമിറ്റ് ചോദിക്കും. അപ്പോൾ ആ അൺനോൺ ഫംഗ്ഷൻ്റെ ആ എക്സ് ലിമിറ്റ് കൊടുക്കുന്ന വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുവെക്കാം. വളരെ സിമ്പിൾ, കാരണം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ലിമിറ്റ് അറിയാലോ. അപ്പോൾ ലിമിറ്റ് തന്നിട്ട് ഡയറക്റ്റ് എക്സിന് വാല്യൂ പൊട്ട് ചെയ്യുക, അവിടെ നിന്ന് ആ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് കാണാൻ പറ്റും. ഓക്കെ ആണ്, റൈറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത മോഡലാണ്. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക. സെയിം മോഡൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് എക്സ് -5 ബൈ എക്സ് -2 ഈക്വൽ ടു 4 ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് എക്സ് കാണാനാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിനകത്ത് നേരിട്ട് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നേരിട്ട് എന്ത് ചെയ്യാം? നമുക്ക് x2 കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് ടു -5 ഡിവൈഡ് ബൈ എക്സ് എന്താ? 2 അല്ലേ? ഓ, ഇവിടെ പ്രശ്നം ശ്രദ്ധിക്കാം. ഓക്കെ, 2 - കുഴപ്പമില്ല കൊടുത്തോ. 2 - 2 കൊടുക്കൂടാ. അവിടെ നേരത്തെ ചെറിയ വ്യത്യാസം വെച്ചാൽ അവിടെ അടിയിൽ 2 - മേലെ കുഴപ്പമില്ലേ, അടിയിൽ 2 - വരുന്നില്ലേ, കുഴപ്പമില്ല, 0 ആണ്. അപ്പോൾ എഫ് ഓഫ് ടു -5 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു 4. ആ 0 അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ എഫ് ഓഫ് ടു -5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 × 4 0 കിട്ടും. സോ എഫ് ഓഫ് ടുവിന് വാല്യൂ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. എന്താണ്? 5 കിട്ടി. സോ നമ്മൾ ചോദ്യം എന്താ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എഫ് എക്സ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നേരിട്ട് എക്സ് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് ടു എത്ര? നല്ല ക്വസ്റ്റ്യൻ. എഫ് ഓഫ് ടു എത്ര അവിടെ കിട്ടിയിട്ടുണ്ട്? 5 ആണ്. അത്രയും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ടു കണ്ടുപിടിച്ചോ. ആ എഫ് ഓഫ് ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് ടുവിനെ കിട്ടുന്നത്. ലിമിറ്റ് എന്തിനാണ് കിട്ടുന്നത്? എഫ് ഓഫ് ടു കിട്ടുന്നത്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എഫ് എക്സ് ആണ്. എക്സ് 2 പുട്ട് ചെയ്യുമ്പം എഫ് ഓഫ് ടു കിട്ടുക. സോ എഫ് ഓഫ് ടു എന്താണ്? 5 ആണ്. റെഡിയാണ്? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ന്യൂമറേറ്റർ പോളിനോമിയലാണ്, അടിയിലും പോളിനോമിയലാണ്. പക്ഷേ ആ പോളിനോമിയൽ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 0 ആയി പോകും ഇല്ലേ? 2² 4 വന്നില്ലേ? 4 - 3 × 2 4 - 6 വരും. -2 +2 0 വന്നില്ലേ? അടി കഴിക്കോളൂ. 2² 4 4 - 2 വന്നില്ലേ? 2 - 2 0 വന്നില്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മേലെയും താഴെയും ഫാക്ടറൈസ് ചെയ്യുക. ഏത് ഫാക്ടർ കൊണ്ടുവരിക? എക്സ് ടെൻഡിങ് ടു 2 ആയതുകൊണ്ട് x - 2 എന്ന ഫാക്ടർ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഫാക്ടറൈസേഷൻ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കോളൂ, രണ്ടും പോളിനോമിയൽ ആയതുകൊണ്ട് എളുപ്പം കഴിയും. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 നോക്കിക്കോളൂ. പ്രോഡക്റ്റ് എനിക്ക് 2 കിട്ടണം, സം എനിക്ക് -3 കിട്ടണം, പ്രോഡക്റ്റ് 2 കിട്ടണം, സമ -3 കിട്ടണം, നമ്പർ x - 1 x - 2. ഒരെണ്ണം നമുക്ക് എന്തായാലും ഇവിടെ x - 2 വരണമല്ലോ, ഉറപ്പല്ലേ? ഒരെണ്ണം -2 ആയിരിക്കുമല്ലോ. ഒരെണ്ണം -2 ആണെങ്കിൽ -1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 നോക്കിയാൽ പോരെ? -1 ആയിരിക്കണ്ടേ? സോ നമുക്ക് ന്യൂമറേറ്റർ ഫാക്ടറൈസ് എന്താ കിട്ടുക? x - 1 × x - 2. അടിയിലോ പ്രോഡക്റ്റ് -2 സം -1. അവിടെയും നമുക്ക് ഒരെണ്ണം -2 ആയിരിക്കണ്ടേ? ഒരെണ്ണം -2 ആണെങ്കിൽ പ്രോഡക്റ്റ് -2 കിട്ടണം, മറ്റേ 1 ആയിരിക്കണ്ടേ? പ്രോഡക്റ്റ് ഇവിടെ -2 വരണം. ഒരു എന്തായാലും -2 വരികയും വേണം. അപ്പം -2ൻ്റെ എന്താണ് 1? -2 നോക്കിയാൽ മതി, 1 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ x + 1 × x - 2 എന്ന് എഴുതാം. ശരിയല്ലേ? 1 × -2 ആണ്. 1 + -2 -1 ആണ്. അപ്പോൾ x - 2 ക്യാൻസൽ ചെയ്യാം. ഇനി x 2 കൊടുത്ത് നോക്കിയേ. 2 - 1 മേലെ വരും. എന്താ മേലെ വരിക? 2 - 1. അടിയിലോ 2 + 1. 2 - 1 1, 2 + 1 3. ആൻസർ എന്താ കിട്ടുക? 1 - 3 വരും. എന്താ ആൻസർ കിട്ടുന്നത്? 1 - 3. റെഡിയാണ്? ഓക്കെ ആണ്? ശരി. അടുത്ത ദിവസം നോക്കാം. ഇത് വേറൊരു ടൈപ്പാണ്. അതായത് ഇവിടെ നമ്മൾ എക്സിന് 2 കൊടുക്കുമ്പം ഇവിടെ 1/0 വരും, അത് ഇൻഫിനിറ്റി വരും.
ഇവിടെ എക്സിന് കൊടുത്ത ഇവിടെയും 2/0 വരും, ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ ആദ്യം ആ മൈനസ് മാറ്റിയിട്ട് px/qx മോഡലാക്കണം. അങ്ങനെ ചെയ്യാം. എൽ സി എടുത്തിട്ട് നമുക്കിതിനിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 ഇവിടെ ഞാൻ ഇതിന് 1/x-2 മൈനസ് ഇത് 2/, ഇവിടെ ഒരു എക്സ് ഞാൻ പുറത്തേക്ക് ചെയ്താൽ എക്സ് ഇൻറ്റു എന്ത് വരും, x-2 വരും. അപ്പോൾ എൽ സി എസ് ആണല്ലോ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2, ഇവിടെ എൽ സി എം വരിക എക്സ് ഇൻറ്റു x-2 ആണ്. ഇവിടെ x-2 ഉണ്ട്, ആ ഒരു എക്സ് കൊണ്ട് എന്ത് ചെയ്യുക, മേലെ മൾട്ടിപ്ലൈ, ഇവിടെ എക്സ് വരും. ഇവിടെ എക്സ് ഇൻറ്റു x-2 ഉണ്ട്, മേലെ 2 ആണുള്ളത്, -2 ഇങ്ങനെ വരും. ഇപ്പോൾ ഈ x-2 ഇവിടെ ക്യാൻസലായി. എന്താ കിട്ടുന്നത്, 1/x ആണ് കിട്ടുന്നത്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1/x, എക്സ് 2 കൊടുത്തേ 1/2 കിട്ടും. ആൻസർ എന്താ 1/2. ഓക്കെയാണ്. ഇത് വേറൊരു ടൈപ്പ്, നേരത്തെ വന്ന px/qx അല്ല, ഇത് px-qx ആണ്. അവിടെയും നിങ്ങൾ ആ വാല്യൂ കൊടുക്കുമ്പം അടിയിൽ 0 വരുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. അതേ സമയത്ത് ഒരെണ്ണം മാത്രം ഉള്ളെങ്കിൽ 1/0 ഇൻഫിനിറ്റി എഴുതിയാൽ മതി. അടുത്തും ഇൻഫിനിറ്റി ആയപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡാ, 0 അല്ല. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0/0, 1/∞ ഇതൊക്കെ നോട്ട് ഡിഫൈൻഡ് ആണ്. അങ്ങനത്തെ ഒന്നും അതിന് വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലെങ്കിൽ ഉണ്ടാവാം, ലിമിറ്റ് ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത് വീണ്ടും റൂട്ടിൻ്റെ കേസ്. റൂട്ട് x+1 -2 ഡിവൈഡ് ബൈ x-3, x3 കൊടുത്താൽ എന്തായാലും 0/0 വരും. സോ ഫാക്ടറൈസ് മുമ്പേ എന്ത് ചെയ്യണം, റേഷണൈസ് ചെയ്യണം. സോ ഇതിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3, റൂട്ട് x+1 -2 ഇൻറ്റു റൂട്ട് x+1 +2 divided by x-3 into root x+1 +2. Okay, see that is limit x tending to 3, a minus b into a plus b, a square minus b square, x+1 -4 divided by x-3 into root x+1 +2. ന്യൂമറേറ്റർ x+1 -4 എന്നാൽ x-3 ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3, x-3 ഡിവൈഡഡ് ബൈ x-3 ഇൻറ്റു റൂട്ട് x+1 +2. ഇപ്പോൾ x-3 ക്യാൻസലായി. ഇതിന് എക്സിന് 3 കൊടുത്താൽ 1/, ഇവിടെ റൂട്ട് 3 + 1, റൂട്ട് 4 2 +2, 1/4 കിട്ടും. ഇപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ അത് അതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ഓൾജിബ്ര, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചില കേസുകളിൽ നമുക്കൊരു റെഡിമെയ്ഡ് ഫോമുല ചെയ്യാൻ പറ്റും. റെഡിമെയ്ഡ് ഫോമുല 0/0 ഫോമായിരിക്കും ക്വസ്റ്റ്യൻ. പക്ഷേ ഇതൊരു പ്രത്യേക ഫോമാണ്. ഇതിന് പറയാ ഓൾജിബ്രായിക്ക് ലിമിറ്റ് പറയാം. അതെങ്ങനെ തന്നെ വരണം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a, x⁻n - a⁻n ഡിവൈഡ് ബൈ x-a. ആ ഒരു ഫോമിൽ വന്നാൽ എൻ്റെ ആൻസർ ഒന്നും ആലോചിക്കണ്ട, തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട, കണ്ണും പൂട്ടി ആൻസർ എഴുതാം. n × a⁻n - 1 ആണ്. n എന്താണ്, ആ എക്സിൻ്റെ എൻ്റെ പവറാണ്, ആ കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു ഫോമിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ഫോമിലെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ആൻസറിലേക്ക് പോകാം. നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3, x² - 9/x-3. മക്കളെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ആണ്. കാരണം അതൊന്നും ആലോചിക്കേണ്ട. ഇത് രണ്ടും ചെയ്യാം, നമ്മൾ നേരത്തെ ദിവസം ചെയ്യാം. ഇത് ഫാക്ടറൈസ് ആക്കിയിട്ട് നമുക്ക് x² - 9 x+3 × x- ചെയ്തിട്ട് x-3 വെട്ടി 3 കൊടുത്താൽ x+3 3 + 6 കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ഈ ഫോമിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ എഴുതാം. ആ ഫോമിൽ ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകണേ. ലിമിറ്റ് നല്ലോണം ശ്രദ്ധിച്ചോളൂ, അങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഫോം എന്താ,
എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എന്ന് വരണ്ടേ. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ എ റേസ് ടു ഫോമിലേക്ക് മാറ്റിയാൽ 3 സ്ക്വയർ എന്ന് എഴുതാലോ. സോ ഇത് എക്സ് സ്ക്വയർ മൈനസ് ഇത് 3 സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. ഇത് കമ്പയർ ചെയ്തിട്ടാ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. അപ്പോൾ എ എന്താണ് എന്നാണെന്ന് ചോദിക്കുമോ. ഇത് കമ്പയർ ചെയ്യേണ്ടത് എന്തായിട്ടാണ്, ഇത് കമ്പയർ ചെയ്യേണ്ട ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇതാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്യും. എക്സ് റേസ് ടു എൻ ആണ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എൻ എന്താണ് 2 ആണ്. എൻ ഇട്ടപ്പോൾ 2 ഇൻറ്റു എ എന്താ 3 റേസ് ടു എൻ മൈനസ് 1 2 മൈനസ് 1 2 ഇൻറ്റു 3 റേസ് ടു 2 മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് 3 റേസ് ടു 2 മൈനസ് 1 3 ആണ്. 2 ഇൻറ്റു 3 വരും. 2 ഇൻറ്റു 3 എന്താ ആൻസർ എന്താ 6 ആണ് ആൻസർ 6. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഫോമിൽ പ്രത്യേകം വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ആൻസർ ചെയ്താൽ ഫാക്ടറീസിൽ പോകണ്ട. പക്ഷേ ഈ ഫോമിലായിരിക്കണം എന്ന് മാത്രം. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളെ. എക്സ് ക്യൂബ് മൈനസ് 8 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നാണ് വരേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, എക്സ് ക്യൂബ് മൈനസ് 8 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. ഇതെങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ് ചെയ്ത് നോക്കിക്കോളെ. നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാനിതിന് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് റേസ് ടു എക്സ് ടെൻഡിങ് ടു 2 എക്സ് ക്യൂബിനെ എക്സ് ക്യൂബ് ഓക്കെ. ആ 8 നിങ്ങൾ എന്ത് ചെയ്യുക 2 ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബ് എന്ന് എഴുതാം ഡിവൈഡ് ബൈ അടിയിൽ എക്സ് സ്ക്വയർ മൈനസ് ആ 4 എന്ത് എഴുതാം 2 സ്ക്വയർ എഴുതാം. ഇങ്ങനെ എഴുതാം. റെഡി. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 ഒരു എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡ് ബൈ ഇവിടെ എക്സ് മൈനസ് 2 എഴുതാം. അത് തന്നെ അടിയിലും ഡിവൈഡ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. നമ്മൾ നേരത്തെ പഠിച്ചു ലിമിറ്റ് എഫ് എക്സ് ബൈ ജി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എഫ് എക്സ് ബൈ ലിമിറ്റ് ജി എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 ലിമിറ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ന്യൂമറേറ്റർ എന്താ നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ബൈ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഫോമിൽ ഉപയോഗിക്കാമല്ലോ. രണ്ടും ഏത് മോഡലാണ്, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ മോഡലാണ്. അപ്പോൾ മേലെ എൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1. അടിയിൽ എൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 1 ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇവിടെ എന്താ വരിക 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്താണ് 2. 2 ഇൻറ്റു 2 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ പോട്ടെ. അപ്പോൾ ആൻസർ എന്താ വരുന്നത് 3 ആണ്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോമിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഓക്കെ ഇത് സെയിം മോഡലാണ്. ഈ ഫ്രാക്ഷനൊക്കെ വരാം കേട്ടോ. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല, എന്ത് ഫ്രാക്ഷനും എന്ത് റിയൽ നമ്പറും വരാം. സോ ഇത് നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. മേലെ എക്സ് റേസ് 7/2 മൈനസ് 3 റേസ് 7/2. അടിയിൽ എക്സ് റേസ് 1/2 മൈനസ് 1/2. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സ് മൈനസ് 3 കൊണ്ട് മേലെയും താഴെ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് കേട്ടോ. അപ്പോൾ എന്താ കിട്ടുമെന്ന് അറിയോ, ദി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 സി നോക്കിക്കോളൂ. എക്സ് റേസ് ടു 7/2 മൈനസ് 3 റേസ് ടു 7/2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. അതിനടിയിൽ എഴുതാം എക്സ് റേസ് ടു 1/2 മൈനസ് 3 റേസ് ടു 1/2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. അപ്പം മേലെ ലിമിറ്റ് ഉപയോഗിക്കുമ്പോൾ 7/2 ഇൻറ്റു 3 റേസ് ടു 7/2 മൈനസ് 1ഉം അടിയിൽ 1/2 ഇൻറ്റു 3 റേസ് ടു 1/2 മൈനസ് 1 ആണ്. സി ദാറ്റ് ഈസ് 7/2 ഇൻറ്റു ഈ ബൈ 2 പോട്ടെ. 7 ഇൻറ്റു മതി. 7 ഇൻറ്റു 3 റേസ് ടു 7/2 മൈനസ് 1 എന്താ കിട്ടുക, 7 മൈനസ് 2 5 5/2 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ
3 raised to 1/2 minus 1 എന്താ -1/2. മോളേക്ക് എടുത്താൽ 7 into 3 raised to 5/2. ഇത് മേലേക്ക് പ്ലസ് ആവും, പ്ലസ് 1/2. ദാറ്റ് ഈസ് 7 into 3 raised to 5/2 plus 1/2 6/2. 3 cube 7 into 27 വരും. ദാറ്റ് ഈസ് 189 വരും. ശരിയല്ലേ? 189. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ഇതൊക്കെ നമ്മൾ ആ ബേസിക് ഫോമിന് മാത്രം ഉപയോഗിക്കുന്നത്, ആ ബേസിക് ഫോമിന് മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ വേറൊന്നും വേണ്ട. പക്ഷേ അത് ആ ഫോമിലേക്ക് നിങ്ങൾ മാറ്റാൻ വേണ്ടി എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് ആണോന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സ് മൈനസ് എ ടേം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് മുകളിൽ എന്തായാലും ഡിവൈഡ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും. ആ ഡിവൈഡും ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്റർ മാത്രം ഡിവൈഡ് ചെയ്താൽ പോരാ, ഡിവൈഡ് ചെയ്യണം. എങ്കിൽ രണ്ടും ആ ഫോം കിട്ടും. ഓക്കെയാണ്? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് റേസ് 15 - 1 മേലുള്ളത്. അവിടെ എന്താണുള്ളത്? എക്സ് റേസ് ടു 10 - 1 ആണ്. സി നമുക്ക് ഇതേപോലെയാണ്. എക്സ് റേസ് ടു n, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 റേസ് ടു എന്തും എഴുതാലോ. മേലത്തെ 1 1 റേസ് ടു 15 എന്ന് എഴുതാം, അടുത്ത 1 റേസ് ടു 10 എന്ന് എഴുതാം. നമുക്ക് ആ ഫോം ആയില്ലേ? ഒരു എക്സ് മൈനസ് 1 ഡിവൈഡ് ചെയ്താൽ പോരെ. നോക്കൂ അതായത് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 x raised to 15 minus 1 raised to 15 divided by x minus 1. Okay, by x raised to 10 minus 1 raised to 10 divided by x minus 1. Okay, രണ്ടും ആ ഫോമായി. അതിന് ഒരു 15 ആണ് n വരുന്നത്. 15 into 1 raised to 14. അടിയിൽ 10 into 1 raised to 9. ഇത് 1 ആണ്, ഇത് 1 ആണ്. 15/10 വരും. 5 കട്ട് ചെയ്താൽ 3/2 വരും. അപ്പോൾ ആ ഫോമിനുള്ളൊരു ഉപകാരം അതാണ്. നമുക്ക് ആ ഫോമിനെ കൊണ്ട് ഫാക്ടറൈസ് ഒരു പരിധിയുണ്ട്. നമുക്ക് വലിയ പവറോ ഫ്രാക്ഷൻ എന്നൊക്കെ ബുദ്ധിമുട്ടാണ് ഫാക്ടറൈസ് ചെയ്യാൻ. ഇവിടെ 15 എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ലെങ്തി ആയി പോകും. സോ ഈ ഫോമിൽ എന്ത് ചെയ്യാം, നേരിട്ട് ആൻസർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെയാണ്. സി ഈ ഒരു ക്വസ്റ്റൻ നോക്കിയാൽ 5th ക്വസ്റ്റ്യൻ, ഇത് അതേപോലത്തെ ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാക്ടറൈസ് ചെയ്യാം, ചെറുതൊക്കെ ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1 എഴുതിയിട്ട് എക്സ് കട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഫോമിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം. ഈ വണ്ണുകൾ എന്ത് ചെയ്യാം, 1 സ്ക്വയർ നിൽക്കാം. അപ്പോൾ എന്തായി, എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ബൈ എക്സ് മൈനസ് 1 ആയി. സോ ഇതെന്താണ്, 2 into 1 raised to 2 minus 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 2 into 1 2 കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേ മോഡൽ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഫോമാണ്. അപ്പോൾ ലിമിറ്റ്സ് നമ്മൾ കുറേ ഫോംസ് വരുന്നുണ്ട്. അതിൽ ഒരു ഫോമാണ് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ ഫോം പഠിച്ചല്ലേ, അത് സ്പെഷ്യൽ കേസ് വരുന്ന ഒരു ഫോമാണിത്. ഇതുപോലെ ഇനി ഫോം വരാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ഫോം നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എല്ലാ കുട്ടികളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്യണം. ഡൗട്ട്സ് വെച്ച് വെക്കാൻ പാടില്ല, ക്ലാരിഫൈ ചെയ്യണം. ഇങ്ങനെ ഓരോ സിമ്പിളായ കാര്യമാണ് ഈ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ളൂ. അത് പഠിച്ച് പോയാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കൽ ഇവിടെ തുടങ്ങാം. ഓക്കെ, റൈറ്റ്. താങ്ക് യു വെരി മച്ച്.